ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഈജിപ്ത് എന്ന ഇരുമ്പുലയിൽ നിന്നും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജത്താലും ഇസ്രായേലിനെ വീണ്ടെടുത്ത് കനാൻ നാട്ടിൽ കുടിപാർപ്പിച്ച സർവശക്തനായ യഹോവയുടെ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. മനുഷ്യത്വം ഒരു തരിയെങ്കിലും അവശേഷിച്ചിട്ടുള്ളവർ ചെയ്യാൻ മടിക്കുന്ന ക്രൂരതകൾ യാതൊരു മടിയും കൂടാതെ ചെയ്ത ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച ഇടതുപക്ഷ നേതാവായ ശ്രീ എം.എ. ബേബിക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത്. സഖാവ് എം.എ. ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പോസ്റ്റ് മുഴുവൻ വിവരക്കേടും ചരിത്രാബദ്ധങ്ങളും നിറഞ്ഞതാണെങ്കിലും എല്ലാത്തിനും മറുപടി പറയുവാൻ നമുക്ക് സമയമില്ല. പല എപ്പിസോഡുകളായിട്ട് ചെയ്യേണ്ടി വരും. അത്രയധികം വിവരക്കേടുകളും ചരിത്രാബദ്ധങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലെ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഈ വീഡിയോയിൽ ഞങ്ങൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അവസാനത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലമായ കിഴക്കൻ യെരുശലേമിലെ അൽ അക്സ പള്ളിയിൽ ജൂത തീവ്രവാദികൾ നടത്തിയ കടന്നുകയറ്റങ്ങളാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന് പ്രകോപനമായത്. ഈ ഹമാസ് ഇസ്രായേലിലേക്ക് 20 മിനിറ്റിനുള്ളിൽ 5000 റോക്കറ്റ് വിട്ടതും അവരുടെ അതിർത്തി പൊളിച്ചു കളഞ്ഞ് അകത്ത് കടന്ന് 1000-ലധികം നിരപരാധികളായിരിക്കുന്ന സിവിലിയൻസിനെ കൂട്ടക്കൊല ചെയ്തതും, ആ സിവിലിയൻസ് എന്ന് പറയുമ്പോൾ 6, 7, 8 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്, അതിന്റെ വരെ കഴുത്തറുത്ത് കൊന്നത്, ഇതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ ഹമാസിന്റെ അതിക്രമം. അതിന് കാരണമായത് ഇവര് ജൂത തീവ്രവാദികൾ അൽ-അക്സ പള്ളിയിൽ നടത്തിയ കടന്നുകയറ്റങ്ങളാണെന്നാണ് ഇദ്ദേഹം ന്യായീകരിക്കാൻ വരുന്നത്. ഇതെന്തോന്ന് സഖാവേ ഇത്? മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ സഖാവേ? മനുഷ്യന്മാരാണ് ഇത് കേൾക്കുന്നത്. താങ്കൾ പറഞ്ഞത് കേൾക്കാനിരിക്കുന്നത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? മലയാളികളല്ലേ ഇത് കേൾക്കാനിരിക്കുന്നത്? അല്പം ഒരു ഉളുപ്പൊക്കെ. ഇപ്പോഴത്തെ യുദ്ധത്തിന് പ്രകോപനമായത് എം.എ. ബേബി പറയുന്ന കാര്യമൊന്നുമല്ല. ഈ ഗാസ എന്ന് പറയുന്നത് 25 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു ഭൂപ്രദേശമാണ്. അതായത് 40 കിലോമീറ്റർ നീളവും 9.5 കിലോമീറ്റർ വീതിയുമുള്ള സ്ഥലം. ജനസംഖ്യാ നിയന്ത്രണം എന്നാൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ് അവിടെയുള്ള മുഹമ്മദിന്റെ അനുയായികൾ എന്നതിനാൽ ആ ചെറിയ ഭൂമിയിൽ 2023 22,26,544 ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, മുൻപ്. ഇപ്പൊ കുറെ പേര് മരിച്ചല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഗാസ. അങ്ങനെയുള്ള ഇടത്തു നിന്നാണ് 20 മിനിറ്റിനുള്ളിൽ 5000 റോക്കറ്റുകൾ ഹമാസ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയധികം റോക്കറ്റുകൾ ഹമാസ് ശേഖരിച്ചു വെച്ചിരുന്നു എന്നുള്ളത് തന്നെ യഹൂദന്മാരെ ആക്രമിക്കാൻ അവർ മുൻപേ തീരുമാനിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അത്രയും ജനസാന്ദ്രതയുള്ള പ്രദേശത്തു നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ നിരപരാധികളായ പലസ്തീനികളും കൊല്ലപ്പെടും എന്നറിയാത്തവരല്ലല്ലോ ഹമാസ്. എന്നിട്ടും അവരത് ചെയ്തതിന്റെ കാരണം സ്വന്തം ജനതയോടുള്ള സ്നേഹത്തിനേക്കാൾ ഹമാസിനെ നയിക്കുന്നത് യഹൂദന്മാരോടുള്ള വെറുപ്പാണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രകോപനവും ഇല്ലെങ്കിലും ഹമാസ് ഈ നീചകൃത്യം ചെയ്യും, അതിലൊരു സംശയവും വേണ്ട, ഒരാൾക്കും വേണ്ട. കാരണം അവരുടെ പ്രമാണങ്ങൾ അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഖുർആൻ ആയാലും ഹദീസുകളായാലും വേറെ എന്തായാലും ശരി, അതാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രമാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഈ യഹൂദ വിദ്വേഷമാണ് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അണികളെയും പഠിപ്പിക്കുന്നത്. മദ്രസയ്ക്കുള്ളിൽ മാത്രമോ പള്ളികൾക്കുള്ളിൽ മാത്രമോ അല്ല, ടെലിവിഷൻ ചാനലുകളിലൂടെ പബ്ലിക്കായിട്ട് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കുന്നത് ഈ യഹൂദ വിദ്വേഷമാണ്. ഹൂത്തി യമനി സലഫി പൊളിറ്റീഷ്യൻ മുഹമ്മദ് താഹിർ അൻആം 2019 ഫെബ്രുവരി 17 യമനിലെ അൽ ഹവായ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുനോക്കാം. ഇത് ഒരെണ്ണം ഞാൻ സാമ്പിളിന് തരുന്നതേ ഉള്ളൂ. ധാരാളമുണ്ട്, ഇഷ്ടം പോലെയുണ്ട് ഇതുപോലെയുള്ള ഇവരുടെ ഈ ടിവിയിലൂടെയൊക്കെയുള്ള ഇവരുടെ പഠിപ്പിക്കലുകൾ. അദ്ദേഹം പറയുന്നത്, യഹൂദന്മാരെ നമ്മൾ വെറുക്കുന്നത് അവർ പലസ്തീൻ എന്ന അറബ് ദേശത്തെ കോളനിവൽക്കരിച്ചത് കൊണ്ടല്ല, അതുകൊണ്ടല്ല നമ്മൾ അവരെ വെറുക്കുന്നത്. ജൂതന്മാരോടുള്ള വിദ്വേഷം ഖുർആനിൽ നിന്നാണ് വരുന്നത്. അതായത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് യഹൂദന്മാരെ വെറുക്കണം എന്നുള്ളത്. ഖുർആനിൽ നിന്നാണ് അത് വരുന്നത്. ഖുർആൻ പല വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. 40 അല്ലെങ്കിൽ
50-ലധികം ഖുർആൻ സൂക്തങ്ങൾ യഹൂദന്മാർക്കെതിരെയും അവരുടെ തിന്മയ്ക്കെതിരെയും അവരുടെ ദുഷ്ടതയ്ക്കെതിരെയും മുന്നറിയിപ്പ് നൽകുന്നു. അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണെന്ന് പ്രസ്താവിക്കുന്നു. ഖുർആന്റെ അകത്ത് മാത്രമുള്ളത്. ഹദീസുകൾ അതിന്റെ അപ്പുറത്താണ്. യഹൂദ വിദ്വേഷത്തിന്റെ കൂടാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഇത് 2019 ഫെബ്രുവരി 17 ഈ യമനി സലഫി പൊളിറ്റീഷ്യൻ മുഹമ്മദ് താഹിർ അൻആം അൽ ഹവായ് ടിവിക്ക്, യമനിലുള്ള അൽ ഹവായ് ടിവിക്ക് നൽകിയ അഭിമുഖമാണ്. ടെലിവിഷൻ ചാനലുകളിലൂടെ മതപണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും ഇസ്ലാമിന്റെ ഈ ഉപദേശങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചാൽ ജനങ്ങൾ അതനുസരിച്ച് യഹൂദനെ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്നുവരെ ഒരു യഹൂദനെ നേരിൽ കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന ദീനിബോധമുള്ള ഓരോ മുസ്ലിമും യഹൂദനെ വെറുക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദീനിബോധമുള്ള ഓരോ മുസ്ലിമും, എല്ലാ മുസ്ലിങ്ങളെന്നല്ല പറഞ്ഞത്, പ്രമാണം അത്യാവശ്യം അറിയാവുന്ന, പ്രമാണത്തിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു പഠിച്ചിട്ടുള്ള ഓരോ മുസ്ലിമും യഹൂദനെ വെറുക്കുന്നതിന്റെ കാരണം ഇതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലമായ കിഴക്കൻ യെരുശലേമിലെ അൽ അഖ്സ പള്ളി എന്ന് സഖാവ് എം എ ബേബി പറഞ്ഞല്ലോ. ആ ഒരൊറ്റ പ്രസ്താവനയുടെ പൊള്ളത്തരമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ജെറുസലേം ഇസ്ലാമിന്റെ വിശുദ്ധ സ്ഥലമാണോ? അല്ലെങ്കിൽ ജെറുസലേമിലെ അൽ അഖ്സ പള്ളി ഇസ്ലാമിൽ പ്രാധാന്യമുള്ളതാണോ? ആണെന്ന് വാദിക്കുന്നവർ കൊണ്ടുവരുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് ലോക സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒന്നാണ് ജെറുസലേമിനെ ചൊല്ലിയുള്ള തർക്കം. ജെറുസലേമിന്റെ മേലുള്ള അവകാശത്തിന് വേണ്ടി യഹൂദന്മാരും അറബികളും ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു കൂട്ടരുടെയും അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനമായ വസ്തുതകളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ലോകത്ത് അനേകം നഗരങ്ങൾ, പുരാതന നഗരങ്ങളും ആധുനിക നഗരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുരാതന നഗരങ്ങളിൽ പലതും ഇന്നില്ല. ഉള്ളവ തന്നെ പഴയ പ്രൗഢിയോ സ്വാധീനമോ ഉള്ളവയല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റോമാ നഗരം ഒരു കാലത്ത് മുഴുവൻ റോമാ സാമ്രാജ്യത്തിന്റെയും ആസ്ഥാനമായിരുന്നു. യൂറോപ്പിലെ മനോഹരമായ പ്രൗഢിയുള്ള പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഈ റോമാ നഗരം. എന്നാൽ അത് ഇന്ന് ഇറ്റലി എന്ന ഒരു സാധാരണ രാജ്യത്തിന്റെ തലസ്ഥാന നഗരം മാത്രമാണ്. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതുപോലെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും, റോമിനേക്കാളും പ്രതാപവും പ്രൗഢിയുമുള്ള പട്ടണമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്ന് ആ പേരിൽ ഒരു നഗരം പോലും ഇല്ല. ആ നഗരത്തിന്റെ ഇന്നത്തെ പേര് ഇസ്താംബൂൾ എന്നാണ്. യൂറോപ്പിലെ രോഗി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു സാധാരണ നഗരം മാത്രമാണ് ഇന്നത്തെ ഇസ്താംബൂൾ, അഥവാ പഴയ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുപോലെ ഗ്രീസും ഏഥൻസും സ്പാർട്ടയും കൊരിന്തും മാസിഡോണിയയും റാംസേസും അലക്സാണ്ട്രിയയുമെല്ലാം പുരാതന കാലത്തെ കേൾവി കേട്ട നഗരങ്ങളായിരുന്നു. ഇന്ന് അവയുടെ പേര് ആരും ഓർക്കുന്നത് പോലുമില്ല. കഠിനാധ്വാനിയായ മനുഷ്യന്റെ കരവേലയുടെ ഫലമായി ഈ ആധുനിക കാലഘട്ടത്തിലും മഹാനഗരങ്ങൾ ഉരുവായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ നഗരങ്ങൾ ഒന്നും തന്നെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്വാധീനിക്കത്തക്ക നിലയിൽ ലോക സമാധാനത്തിന് ഒരു ഭീഷണിയാകുന്ന വിധത്തിൽ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരേ ഒരു നഗരം മാത്രമേ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അത് ഏർ ഊഷാലായിം എന്ന് ഹീബ്രുവിൽ അറിയപ്പെടുന്ന ജെറുസലേം നഗരമാണ്. നൂറ്റാണ്ടുകൾക്കിടയിൽ പൗരാണികമായ എല്ലാ പട്ടണങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മാറിയിട്ടുണ്ട്. എന്നാൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം എവിടെയാണോ സ്ഥിതി ചെയ്തിരുന്നത് അവിടെ തന്നെയാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. ലോകചരിത്രത്തിൽ ഏറ്റവും അധികം പിടിച്ചെടുക്കലുകൾക്കും ആക്രമണങ്ങൾക്കും ക്രൂരതകൾക്കും വിധേയമായിട്ടുള്ള ഒരു നഗരമാണ് ജെറുസലേം. ബാബിലോണിയക്കാരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും റോമാക്കാരും ഖലീഫമാരും ഓട്ടോമൻ തുർക്കികളും അവസാനം ബ്രിട്ടീഷുകാരും ജെറുസലേം പിടിച്ചെടുത്ത് ഭരിച്ചു. ഇതിൽ പറഞ്ഞ മിക്കവാറും എല്ലാ സാമ്രാജ്യങ്ങളും ഇന്ന് അസ്തമിച്ചു. എന്നിട്ടും ജെറുസലേം ഇന്ന് യഹൂദന്മാരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രയധികം അധിനിവേശം ഉണ്ടായിട്ടും ജെറുസലേം ഇന്നും യഹൂദന്മാരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഈ നഗരത്തിന്റെ അധീശത്വം ലഭിക്കാൻ വേണ്ടി ചരിത്രത്തിൽ ഇന്നോളം നടന്നിട്ടുള്ള യുദ്ധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഏർ ഊഷാലായിം എന്ന ഈ നഗരത്തിന്റെ പേരിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണെങ്കിലും ചരിത്രത്തിൽ ഇന്നുവരെ സമാധാനം എന്തെന്നറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നഗരമാണിത്. ജെറുസലേമിന് വേണ്ടി ഒഴുക്കിയിട്ടുള്ള യഹൂദന്മാരുടെ രക്തവും കണ്ണുനീരും ചരിത്രത്തിന് ഒരിക്കലും
മറക്കാൻ കഴിയുന്നതല്ല. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ തന്ത്രപ്രധാനമെന്ന് പറയാവുന്ന ഒരു സ്ഥാനമല്ല ജെറുസലേമിനുള്ളത്. അതൊരു തുറമുഖ നഗരമല്ല, കടൽ തീരത്തല്ല അതിന്റെ സ്ഥാനം, അല്ലെങ്കിൽ അതൊരു നദീതട നഗരവുമല്ല. ആ നഗരത്തിലൂടെയോ നഗരത്തിന് സമീപത്തുകൂടെയോ ഒരു നദിയും ഒഴുകി പോകുന്നില്ല. അതൊരു വാണിജ്യ കേന്ദ്രമല്ല. അന്തർദേശീയ വാണിജ്യ പാതകളൊന്നും തന്നെ ഈ നഗരത്തിലൂടെയോ നഗരത്തിനടുത്തുകൂടെയോ കടന്നു പോകുന്നില്ല. ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങളുടെ ഫലഭൂയിഷ്ഠതയും ജെറുസലേമിന് അവകാശപ്പെടാനില്ല. യഹൂദ്യ മരുഭൂമിയുടെ വടക്ക് കിഴക്കേ അറ്റത്ത് 3 കുന്നുകളുടെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ജെറുസലേമിൽ പഴയ കാലത്ത് ജലവിതരണം പോലും പരിമിതമായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൂലമായ ചുറ്റുപാടിൽ കിടക്കുന്ന ഒരു പ്രമുഖ നഗരമെന്ന പദവിക്ക് അനുയോജ്യമായ അനുകൂല ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ചെറിയ പട്ടണം പുരാതന കാലം മുതൽ ഇന്നുവരെ പലരെയും കൊതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പട്ടണമാണ്. ഈ മണ്ണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ജനതകളില്ല. പൗരാണിക ഈജിപ്തിലും സിറിയയിലും ഇറാനിലും ഇറാഖിലും അസീറിയയിലും ഉണ്ടായിരുന്ന വിവിധ സാമ്രാട്ടുകൾ ഈ ചെറിയ നഗരത്തിന് നേരെ പടയെടുത്തു വന്നിട്ടുണ്ട്. ഏകദേശം BC 587-586 കാലഘട്ടത്തിൽ ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ഈ നഗരത്തെ ആക്രമിച്ചു കീഴടക്കി കൊള്ളയിടുകയും യഹൂദന്റെ കണ്ണിന്റെ ആനന്ദവും അഭിമാനവുമായിരുന്ന ജെറുസലേം ദൈവാലയം തകർത്തു കളയുകയും ചെയ്തു. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി ഈ നഗരത്തിന് നേരെ വന്നു. അതിനുശേഷം ടോളമി ഒന്നാമന്റെ ഭരണത്തിന് കീഴിലായി ജെറുസലേം നഗരം. പിന്നീട് സെലൂക്യർ ഇവിടം ഭരിച്ചു. അതിനുശേഷം ഹഷ്മോണിയൻ രാജവംശത്തിൽപ്പെട്ട മക്കാബിയരുടെ കൈകളിൽ ഈ നഗരത്തിന്റെ അധികാരമെത്തി. മക്കാബി കാലഘട്ടത്തിന് ശേഷം റോമാക്കാർ ഈ നഗരത്തെ ആക്രമിച്ചു. BC 40 കാസ്പിയൻ കടലിന്റെ തെക്ക് നിന്നും വന്ന പാർത്യർ ജെറുസലേമിനെ ആക്രമിച്ച് കീഴടക്കി. പിന്നീട് റോമിന്റെ സാമന്തനായ ഹെരോദ്യ കുടുംബത്തിന്റെ കീഴിലമർന്നു ജെറുസലേം നഗരം. AD 70 ജെറുസലേമിലുള്ള യഹൂദന്മാർ നടത്തിയ കലാപം അടിച്ചമർത്താൻ വന്ന റോമൻ സൈന്യാധിപൻ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ജെറുസലേം നഗരത്തെ ആക്രമിച്ചു കൊള്ളയിടുകയും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ദൈവാലയം, രണ്ടാം ദൈവാലയം, തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ നടന്ന യഹൂദ കൂട്ടക്കൊല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. 1-ാം നൂറ്റാണ്ടിൽ യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസീഫസിന്റെ കണക്കനുസരിച്ച് ഏകദേശം 6 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെടുകയുണ്ടായി. പിന്നീട് AD 132 മുതൽ 135 വരെയുള്ള കാലത്ത് സൈമൺ ബർ കൊക്ബയുടെ നേതൃത്വത്തിൽ റോമാക്കാർക്കെതിരെ നടന്ന ലഹള അടിച്ചമർത്തിയ ഹദ്രിയാൻ ചക്രവർത്തിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് യഹൂദന്മാർ യെരുസലേമിന്റെ തെരുവീഥിയിൽ കൊല്ലപ്പെടുകയുണ്ടായി. AD 614 പാർസി രാജാവായ ഖുസ്രുവിന്റെ സൈന്യം ജെറുസലേം പട്ടണം ആക്രമിച്ചു കീഴടക്കിയെങ്കിലും AD 628 ഒരു ഉടമ്പടി വഴി ഈ പട്ടണം റോമാക്കാർക്ക് തിരിച്ചു കിട്ടി. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം എന്ന പുതിയൊരു മതം ഉദയം ചെയ്തു. ഇസ്ലാമിലെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് മതവും സാമ്രാജ്യവും വികസിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന പടയോട്ടത്തിൽ AD 637 ജെറുസലേം പട്ടണം അറബികളുടെ കീഴിൽ അമർന്നു. യഹൂദന്മാരുടെ ദൈവാലയം നിലനിന്നിരുന്ന സ്ഥാനത്ത് അറബികൾ ഒരു മോസ്ക് പണി കഴിപ്പിച്ചു. ഇന്നത് ഡോം ഓഫ് ദി റോക്ക് എന്നറിയപ്പെടുന്നു. ഈജിപ്തിലെ ഫാത്തിമത്ത് രാജവംശത്തിലെ ഷിയാക്കൾ AD 969 ഈ പട്ടണം അറബികളിൽ നിന്നും പിടിച്ചെടുത്തു. AD 1077 സെൽജുക്ക് തുർക്കികൾ ഈ ഫാത്തിമത്ത് രാജവംശക്കാർ അല്ലെങ്കിൽ ഈജിപ്തുകാരെ പുറത്താക്കിയിട്ട് ജെറുസലേം പട്ടണം കൈവശപ്പെടുത്തി. AD 1099 ജൂലൈ 14 1-ാം കുരിശുദ്ധ സേന ജെറുസലേം പിടിച്ചെടുത്തു. എന്നാൽ പിന്നീട് കുർദ് പോരാളിയായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി 1187 ഒക്ടോബർ 2 കുരിശുദ്ധക്കാരിൽ നിന്നും ഈ പട്ടണം കൈവശമാക്കി. 1517 ഒട്ടോമൻ തുർക്കികൾ ഈ നഗരം പിടിച്ചെടുക്കുകയും ദീർഘകാലം കൈവശം വയ്ക്കുകയും ചെയ്തു. യഹൂദന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഈ നഗരം കൈവശം വെച്ചിട്ടുള്ളത് ഒട്ടോമൻ തുർക്കികളാണ്. ദീർഘമായ 400 വർഷക്കാലം ഈ നഗരം ഒട്ടോമൻ തുർക്കികളുടെ കൈവശമായിരുന്നു. 1517 അവർ പിടിച്ചെടുത്ത ആ നഗരം പിന്നീട് അവർക്ക് നഷ്ടപ്പെടുന്നത് 1917 1917 ഡിസംബർ 9 ജനറൽ അല്ലൻബിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം യെരുസലേമിൽ പ്രവേശിച്ചു. അങ്ങനെ 400 വർഷം നീണ്ട തുർക്കികളുടെ ഭരണം ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചു. 1948 മെയ് 14 ലോകരാജ്യങ്ങളുടെ അനുമതിയോടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ടെങ്കിലും
ആ രാഷ്ട്രത്തിനകത്ത് ജെറുസലേം എന്നൊരു നഗരം ഇല്ലായിരുന്നു. UN ജനറൽ അസംബ്ലിയുടെ പലസ്തീൻ വിഭജന പദ്ധതി അനുസരിച്ച് ജെറുസലേം നഗരം യഹൂദന്മാർക്കോ അറബികൾക്കോ അവകാശമില്ലാതെ ഐക്യരാഷ്ട്രസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിൽ ആയിരുന്നു. എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ ഏകപക്ഷീയമായി അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ച 1967 ജൂൺ മാസത്തിലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ജെറുസലേം നഗരം ഇസ്രായേൽ സൈനികർ കൈവശമാക്കി. അന്നു മുതൽ ഇന്നു വരെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ യഹൂദൻ ആ നഗരത്തെ കാത്തുവരുന്നു. എന്ത് വില കൊടുത്തും ആ പട്ടണം പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ അറബികളും ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പട്ടണത്തിന്റെ മേൽ മാത്രം എല്ലാവരും ഇങ്ങനെ കണ്ണുവയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പട്ടണം മാത്രം ലോകജാതികളെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭൂമിശാസ്ത്രപരമായി യാതൊരു പ്രത്യേകതകളും ഇല്ലാതിരുന്നിട്ടും, ഫലഭൂയിഷ്ഠത ഇല്ലാത്ത മണ്ണായിരുന്നിട്ടും, തന്ത്രപ്രധാനമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യാത്തതായിട്ടും ഈ ഒരു പട്ടണത്തിനു വേണ്ടി പൗരാണിക കാലം മുതലുള്ള സാമ്രാട്ടുകൾ തങ്ങളുടെ അസംഖ്യം സൈനികരെ കുരുതി കൊടുത്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു നഗരം മാത്രം തലമുറകളായി ജനകോടികളെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമായ ബൈബിളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ബൈബിളിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വിശുദ്ധ നഗരമാണ്. ജെറുസലേം വിശുദ്ധ നഗരമാണ്. ഇത് ദൈവത്തിന്റെ നഗരമാണ്. ഇത് യഹോവയുടെ നഗരമാണ്. ഇത് യഹോവ തന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന നഗരമാണ്. ഇത് സ്വർഗത്തിലെ മഹാരാജാവിന്റെ നഗരമാണ് എന്നാണ്. അങ്ങനെയാണ് ബൈബിൾ ഈ നഗരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്ത് വേറെ ഒരു നഗരത്തിനും ഇങ്ങനെ ഒരു പദവിയില്ല. ഈ നഗരത്തിന്റെ ഉടമസ്ഥാവകാശം കൈക്കലാക്കുവാൻ സഹസ്രാബ്ദങ്ങളായി പല ജനതകളെയും മോഹിപ്പിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഈ ആധുനിക കാലത്ത് ജെറുസലേം നഗരം യഹൂദന്മാരിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്താൻ തയ്യാറായി നടക്കുന്നത് മുസ്ലിങ്ങളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പലസ്തീൻ മുസ്ലിങ്ങൾ. അവരാണ് മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന. അവർക്ക് വേണ്ടുന്നതായ എല്ലാ സപ്പോർട്ടും ബാക്കി മുസ്ലിങ്ങൾ കൊടുക്കുന്നു. പലസ്തീനികളെ പിന്തുണച്ചുകൊണ്ട് ലോകത്തെ ഒരുമാതിരിപ്പെട്ട മുസ്ലിങ്ങളും ഇതേ ആഗ്രഹത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ നഗരത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ്? ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നാം പരിശോധിച്ചാൽ നിയമപരമായും മതപരമായും ജെറുസലേമിന്റെ അവകാശികൾ യഹൂദന്മാർ മാത്രമാണെന്ന് കാണാം. അതിനുള്ള ചില പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, ഏകദേശം 3000-ഓളം വർഷം യഹൂദന്മാരുടെ അവകാശ ഭൂമിയായിരുന്നു ജെറുസലേം നഗരം. 1000 വർഷത്തിലധികം കാലം അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു ജെറുസലേം. അതുകൊണ്ട് തന്നെ മറ്റേതൊരു ജനതയെക്കാളും ആ നഗരത്തിന്റെ മേൽ അവകാശമുള്ളത് യഹൂദന്മാർക്കാണ്. ഇസ്ലാം മതം രൂപം കൊണ്ടതിന് ശേഷം അതിലെ ഖലീഫമാർ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പല നഗരങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. മദീനയും ഡമാസ്കസും ബാഗ്ദാദും കെയ്റോയും ഇസ്താംബൂളും എല്ലാം ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളായിരുന്നിട്ടുണ്ട്. പക്ഷേ ആ ഖലീഫമാർ ഒരിക്കലും ജെറുസലേമിനെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് ജെറുസലേം എന്ന നഗരം പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു ഖലീഫ ജെറുസലേം നഗരത്തിനെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കുമായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, AD 7-ാം നൂറ്റാണ്ടിൽ അറബികൾ ആദ്യമായി ജെറുസലേം നഗരത്തിൽ കാൽകുത്തുന്നതിനും 1700 വർഷം മുൻപേ ആ നഗരത്തിൽ താമസിച്ചു വരുന്നവരായിരുന്നു യഹൂദന്മാർ. തദ്ദേശവാസികൾ എന്ന നിലയിൽ ആ പ്രദേശത്തിന്റെ അവകാശികൾ അറബികളല്ല, യഹൂദന്മാരാണ്. അതുകൊണ്ട് തന്നെ ജെറുസലേമിന്റെ അവകാശികൾ യഹൂദന്മാരാണ്, അറബികളല്ല. മൂന്നാമത്തെ പോയിന്റ്, മതപരമായി ഈ നഗരം യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യഹൂദന്റെ കൈവശമിരിക്കുന്ന തോറയിൽ ഹീബ്രു ഭാഷയിൽ യെറൂഷാലൈം എന്ന ഈ നഗരത്തിന്റെ പേര് 641 വട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അറബികൾ അടക്കമുള്ള മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പരിഗണിക്കുന്ന ഖുർആനിനകത്ത് ജെറുസലേമിന്റെ പേര് ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ല, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ജെറുസലേമിന്റെ പേര് മാത്രമല്ല, പലസ്തീനിന്റെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പലസ്തീൻ എന്നുള്ള വാക്കും ഖുർആനിനകത്തില്ല. സഖാവ് ബേബി ഫേസ്ബുക്കിൽ പറഞ്ഞ അൽ അക്സ പള്ളിയുടെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മുസ്ലിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിൽ മതപരമായി എന്തെങ്കിലും ഒരു പ്രാധാന്യം ഈ നഗരത്തിനുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു വട്ടമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനിനകത്ത് ജെറുസലേമിന്റെ പേര് പരാമർശിക്കുമായിരുന്നു. മാത്രമല്ല, ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്നത് ജെറുസലേമിന്റെ ദിക്കിലേക്ക് നോക്കിയിട്ടാണ്.
അവൻ ഒരിക്കലും ജെറുസലേമിന് എതിർദിശയിലേക്ക് നോക്കിക്കൊണ്ട്, അതായത് തന്റെ മുതുക് പുറംഭാഗം ജെറുസലേമിന് നേരെ വരുന്ന വിധത്തിൽ അങ്ങനെ ഒന്നും അവൻ പ്രാർത്ഥിക്കുകയില്ല. അവന്റെ വിശ്വാസമനുസരിച്ച് അത് ജെറുസലേമിനെ അവഹേളിക്കുകയാണ്. ജെറുസലേമിന് മുതുക് കാണിക്കുക എന്ന് പറയുന്നത്, പിൻഭാഗം ജെറുസലേമിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ജെറുസലേമിനെ അവഹേളിക്കുന്നതാണ്. ബൈബിളിൽ ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ദൈവാലയം സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് സംവത്സരത്തിൽ 3 പ്രാവശ്യം നിങ്ങൾ കടന്നു വരണമെന്നാണ്. അല്ലാതെ ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. പക്ഷെ യഹൂദന്മാർ അങ്ങനെ ചെയ്തു പോരുന്നു. ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ബൈബിള് വായിക്കാതെ ബൈബിളിനെ വിമർശിക്കാൻ നടക്കുന്ന കുറെ നിരീശ്വരവാദ ടീംസ് ഉണ്ടല്ലോ. നിരീശ്വരവാദ ടീംസ് മാത്രമല്ല, ഈ സംഖ്യകളും അതുപോലെ തന്നെ ജിഹാദികളും ഒക്കെ ബൈബിള് വായിക്കാതെ ഇതിനെ വിമർശിക്കാൻ നടക്കുകയാണ്. അപ്പൊ ഞാനിതൊന്ന് വിശദീകരിക്കാതെ വിട്ടാൽ, അല്ലെങ്കിൽ ഒന്ന് പരാമർശിക്കാതെ പോയാൽ അവന്മാർ ഇനി പറയാൻ പോകുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള കാര്യം അള്ളാഹുവിനെ പോലെ യഹോവയ്ക്കും അറിയില്ലായിരുന്നു അല്ലേ, അതുകൊണ്ടല്ലേ ജെറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ യഹോവ കൽപ്പിച്ചത് എന്നായിരിക്കും അവരിനി പറയാൻ പോകുന്നത്. കാരണം ഉരുണ്ട ഭൂമി ആയിരിക്കുമ്പോൾ ഒരിക്കലും ഉരുണ്ട ഭൂമിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റില്ല. ഉരുണ്ട ഭൂമിയാണെന്ന് അറിയാവുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഭൂമിയുടെ മറുവശത്തുള്ള ആ പോയിന്റിലേക്ക് ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ നോക്കാൻ പറ്റുന്നു? അത് പറ്റുന്ന കാര്യമല്ല, നടക്കുകയില്ല. അള്ളാഹു ഖുർആനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാബയിലേക്ക് നോക്കി നിസ്കരിക്കണമെന്ന്. അപ്പൊ അതിനെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു പക്ഷേ ഇതും കൊണ്ടുവരും, ഈ ഒരു വാദവും കൊണ്ടുവരും. ബൈബിള് യെരുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനാണ് പറയുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിൾ പറയുന്നത് സംവത്സരത്തിൽ 3 പ്രാവശ്യം യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത്, യഹോവയുടെ ആലയം ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് മാത്രമാണ്. അത്രേ ഉള്ളൂ. പക്ഷെ യഹൂദന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചു പോന്നിരുന്നു. പ്രാർത്ഥിച്ചു പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ ചുറ്റുപാടും തന്നെയാണ് അവർ അടിമകളായി കൊണ്ടുപോകുന്നത്. ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. അപ്പൊ ബാബിലോണിലായിരിക്കുന്ന സമയത്ത് അവരവിടെ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവരവിടെ നിന്ന് ജെറുസലേമിന്റെ ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അതേ ചുറ്റുപാട് തന്നെയാണ്, ഭൂമിയുടെ മറുവശത്തേക്ക് എല്ലാവരും കൊണ്ടുപോയത്. അപ്പൊ യഹൂദൻ അങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് അത് ലോകമെമ്പാട് ഇവർ ചീറി കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അവർ ചെയ്തത്. കിഴക്കാണോ പടിഞ്ഞാറാണോ നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതല്ല, പക്ഷെ യഹൂദൻ അത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, ഒരു യഹൂദൻ ജെറുസലേമിന് നേരെ തന്റെ പിൻഭാഗം വരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുകയില്ല. ജെറുസലേമിലേക്ക് നോക്കിയിട്ടേ അവൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കരിക്കുമ്പോൾ അവന്റെ മുഖം ജെറുസലേമിന് നേരെയല്ല, മക്കയ്ക്ക് നേരെ ആയിരിക്കണം. മക്കയ്ക്ക് നേരെ നോക്കിയിട്ട്, മക്കയാണ് അവന്റെ കിബില, അവിടെ നോക്കി അങ്ങോട്ട് നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ മുതുക് മക്കയുടെ നേരെ തിരിച്ചുകൊണ്ടുള്ള നിസ്കാരം മക്കയെ അപമാനിക്കലാണ്. ആ നിസ്കാരം പാഴിലായി എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അവരുടെ പ്രമാണം അതാണ്. മക്കയ്ക്ക് നേരെ നോക്കാതെ മക്കയ്ക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് മക്കയെ അവഹേളിക്കലാണെന്നാണ്. അപ്പോ മക്കയ്ക്കും ജെറുസലേമിനും ഇടയിലുള്ള മുസ്ലിങ്ങൾ അവർ നിസ്കരിക്കുമ്പോൾ അവന്റെ മുഖം എവിടേക്കായിരിക്കും? മക്കയ്ക്ക് നേരെ. അപ്പൊ സ്വാഭാവികമായും അവന്റെ മുതുക എങ്ങോട്ടായിരിക്കും? ജെറുസലേമിന് നേരെ. അങ്ങനെയായിരിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ പിടികിട്ടും. ജെറുസലേമിലെ ഈ ഡോം ഓഫ് ദി റോക്കിന് മുമ്പിലുള്ള മുസ്ലിങ്ങൾ മക്കയ്ക്ക് നോക്കിയിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുതുക് ഈ ഡോം ഓഫ് ദി റോക്കിനും അല്ലെങ്കിൽ അൽ-അഖ്സ പള്ളിക്കും ഒക്കെ അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ജെറുസലേമിനെ പുറം കാണിച്ചുകൊണ്ട്, മുതുക് കാണിച്ചുകൊണ്ട്, പിൻഭാഗം കാണിച്ചുകൊണ്ട് മക്കയ്ക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുകയാണ്. സോ അവരെന്ത് ചെയ്യാണ് ഇതിലൂടെ? അവര് ഈ ജെറുസലേമിനെ അപമാനിക്കുകയാണ്. മക്കയ്ക്കും ജെറുസലേമിനും ഇടയിലുള്ള മുസ്ലിങ്ങൾ ഒരു ദിവസം 5 വട്ടം നിസ്കരിക്കുമ്പോൾ അവരുടെ പ്രമാണം അനുസരിച്ച് തന്നെ അവർ 5 വട്ടം ജെറുസലേമിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മതപരമായി ഒരു മുസ്ലിമിന് യാതൊരു പ്രാധാന്യവും ജെറുസലേമിന്റെ കാര്യത്തിൽ ഇല്ല. അൽ-അഖ്സ പള്ളിയുടെ കാര്യത്തിലായാലും ഡോം ഓഫ് ദി റോക്കിന്റെ കാര്യത്തിലായാലും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 4ാമത്തെ പോയിന്റ്, അത് യഹൂദന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. യഹൂദന്റെ ആരാധനയിലെ ഒരു പ്രധാന ഘടകമാണ് യാഗാർപ്പണം. യാഗം അർപ്പിക്കുക, മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ യാഗം അർപ്പിക്കുക. ലോകത്ത് തോന്നുന്ന ഇടങ്ങളിലെല്ലാം വെച്ച് യാഗം അർപ്പിക്കുവാൻ യഹൂദന് അനുവാദമില്ല. അവന്റെ തോറയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. അതിന്റെ മുകളിൽ 11-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകൾ എല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരണം. അവിടെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. ആവർത്തനം 12-5. അപ്പൊ ഇവിടെയൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തുനിന്ന്. യഹൂദന് തോന്നുന്ന സ്ഥലത്ത് യാഗമർപ്പിക്കുവാൻ അവന് കഴിയുകയില്ല. യഹൂദന് തോന്നുന്ന സ്ഥലത്ത് ആരാധന കഴിപ്പാൻ അവന് സാധ്യമല്ല. യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് മാത്രമേ അവന് യാഗം കഴിച്ച് ആരാധന അർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതാണ് യഹോവ തിരഞ്ഞെടുത്ത നഗരം? ഏതാണ്, അല്ലെങ്കിൽ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? 1 രാജാക്കന്മാർ 11-13 വാക്യത്തിൽ, എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും എന്ന് നമ്മൾ വായിക്കുന്നു. 1 രാജാക്കന്മാർ 11-32, എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുശലേം നഗരം നിമിത്തവും എന്ന് കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 11-36, 14-21, 2 രാജാക്കന്മാർ 21-7, 2 ദിനവൃത്താന്തം 6-6, 7-12, 12-13 തുടങ്ങി ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ തന്റെ നാമം സ്ഥാപിക്കുവാൻ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരേ ഒരു സ്ഥലം അത് ജെറുസലേമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മാത്രമേ യഹൂദന് ഹോമയാഗങ്ങൾ അർപ്പിക്കാൻ കഴിയൂ. അവിടെ മാത്രമേ യഹൂദന് ഉദർച്ചാർപ്പണങ്ങൾ അർപ്പിക്കാൻ കഴിയൂ. അവിടെ മാത്രമേ യഹൂദന് നേർച്ചകൾ നിവർത്തിക്കാൻ കഴിയൂ. അവിടെ മാത്രമേ യഹൂദന് പെരുന്നാളുകൾ ആഘോഷിക്കാൻ കഴിയൂ. അവിടെ മാത്രമേ യഹൂദന് തന്റെ മതപരമായ ഏതൊരു ആചാരവും അനുവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ നഗരം അത് യഹൂദന് അവകാശപ്പെട്ടതാണ്. മതപരമായി മതപരമായിട്ട് അവന് വളരെ പ്രാധാന്യമുള്ളതാണ്. അവന്റെ മതപരമായ കാര്യങ്ങൾ നിവർത്തിക്കാൻ അവന് ഒരേ ഒരു നഗരമേ ലോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഈ യെരുശലേം നഗരമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായി പ്രാധാന്യമുള്ളത് മക്കയും മദീനയുമാണ്. മുസ്ലിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ചെല്ലേണ്ടത് മക്കയിലേക്കാണ്, ജെറുസലേമിലേക്കല്ല. ശരീരമില്ലാത്ത ആത്മരൂപിയായ പിശാചിനെ മുസ്ലിങ്ങൾ കല്ലെറിയേണ്ടത് ജെറുസലേമിൽ നിന്നുകൊണ്ടല്ല, മക്കയിൽ നിന്നുകൊണ്ടായിരിക്കണമെന്നാണ് അവരുടെ പ്രവാചകൻ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു മുസ്ലിമിന് ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും അവന്റെ ആരാധന നിർവഹിക്കാം, എവിടെ ഇരുന്നു കൊണ്ടും അവന് നിസ്കരിക്കാം. പ്രത്യേകമായ ഒരു ഭൂപ്രദേശത്ത് ഇരുന്നു കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പാടൂ എന്ന് അവന്റെ മതഗ്രന്ഥം അവനെ ഉദ്ബോധിപ്പിക്കുന്നില്ല, അവനോട് അങ്ങനെ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകളില് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് നടുറോഡിലിരുന്ന് നിസ്കരിക്കുന്നവരെ നമ്മൾ കാണുന്നത്. നടുറോഡിലിരുന്നും അവനെ നിസ്കരിക്കാം, അവൻ എവിടെ ഇരുന്നും അവന്റെ അള്ളാനെ ആരാധിക്കാം. എന്നാൽ യഹൂദന് അത് സാധ്യമല്ല. അവന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിലെ ആലയത്തിൽ മാത്രമേ അവന് തന്റെ ആരാധന നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കൽ എവിടെ ഇരുന്നുകൊണ്ടും പ്രാർത്ഥിക്കാം, പക്ഷെ ആരാധിക്കാൻ ജെറുസലേം മാത്രമേ അവനുള്ളൂ, ഒരു സ്ഥലം അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ നഗരം യഹൂദന്മാർക്ക് അവകാശപ്പെട്ടതാണ്. 5-ാമത്തെ പോയിന്റ്, കഴിഞ്ഞ 200 വർഷത്തിലധികമായി ജെറുസലേമിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും യഹൂദന്മാരാണ്. അതുകൊണ്ടാണ് 1920 സാൻ റിമോ കോൺഫറൻസിൽ വെച്ച് അന്നത്തെ ലോകരാജ്യങ്ങളുടെ സംഘടനയായ ലീഗ് ഓഫ് നേഷൻസിലെ 52 അംഗരാജ്യങ്ങൾ ഇന്നത്തെ ജോർദാനും ഇസ്രായേലും പലസ്തീനും ഉൾപ്പെടുന്ന 1,20,466 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്തിനകത്ത് യഹൂദന് ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി ബ്രിട്ടന് മാൻഡേറ്റ് നൽകിയത്. ആ മാൻഡേറ്റ് നിയമപരമായി പ്രാബല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജെറുസലേമിന്റെ നിയമപരമായ അവകാശികൾ അത് യഹൂദന്മാരാണ്, മറ്റാരുമല്ല. 6-ാമത്തെ പോയിന്റ്, 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച വേളയിൽ 5 അറബി രാജ്യങ്ങളുടെ സൈന്യം യഹൂദനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേലിനെതിരെ പടയെടുത്തു വന്നപ്പോൾ കിഴക്കൻ ജെറുസലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും പിന്നെ കയറി വന്ന അറബി സൈന്യവും ഉന്മൂലനാശം വരുത്തിയിരുന്നു. ഉന്മൂലനാശം. അപ്പൊ ജെറുസലേം നഗരം യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് പോയാൽ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് ആ നഗരത്തിലുള്ള കിഴക്കൻ ജെറുസലേമിലും പടിഞ്ഞാറൻ ജെറുസലേമിലുള്ള ആ ജെറുസലേമിലുള്ള യഹൂദന്മാരുടെ ഉന്മൂലനാശം തന്നെയായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ നഗരം യഹൂദന്മാരുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടും, ഉറപ്പാണ്. 7-ാമത്തെ പോയിന്റ്, ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് പുറം രാജ്യങ്ങളിലുള്ളവർക്ക് ജെറുസലേം സന്ദർശനം സാധ്യമാകുന്നത്. അല്ലായിരുന്നെങ്കിൽ വിവിധ പലസ്തീൻ തീവ്രവാദി സംഘടനകൾ അല്ലെങ്കിൽ പലസ്തീനിലെ മുസ്ലിം തീവ്രവാദി സംഘടനകൾ തമ്മിലുള്ള കലഹത്തിൽ അവിടം സന്ദർശിക്കുന്നവർക്ക് ജീവഹാനി സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇന്നത്തെ ഗാസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ തീവ്രവാദി സംഘടനകളായ PLOയും ഹമാസും ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 പേര് പറഞ്ഞതേ ഉള്ളൂ, വേറെയും കുറെ ഉണ്ട്.
അപ്പൊ ഇവര് തമ്മിലുള്ള പോരിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അനേകരാണ്. അത് അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല, പുറമേന്ന് വന്നിട്ടുള്ള ആൾക്കാര്, സന്ദർശകരായി വന്നിട്ടുള്ളവരും, അതല്ലാതെ ഗാസയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലോ ഉള്ള മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ, വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, ഇവരൊക്കെ ഈ രണ്ടു കൂട്ടർ തമ്മിലല്ല, ഈ പല 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 ഭീകരവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഉണ്ടല്ലോ അവിടെ, ആ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള ആ പോരിനകത്ത് ഇങ്ങനെ ധാരാളം പേർക്ക് ജീവൻ പോയിട്ടുണ്ട്. അപ്പൊ ജെറുസലേം പലസ്തീനികളുടെ കൈകളിലേക്ക് പോയാൽ ആ നഗരത്തിലും സംഭവിക്കാൻ പോകുന്നത് ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെയുള്ള അതേ കാര്യം തന്നെയായിരിക്കും. 8ാമത്തെ പോയിന്റ്, ജെറുസലേമിൽ മതപരമായും സാംസ്കാരികമായും ചരിത്രപരമായും പൗരാണിക മൂല്യമുള്ള ധാരാളം പുരാവസ്തുക്കളുണ്ട്. പൗരാണിക മൂല്യമുള്ള ധാരാളം പുരാവസ്തുക്കൾ. യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മതപരമായി വിലമതിക്കാനാകാത്ത പല സ്ഥലങ്ങളും മന്ദിരങ്ങളും ശവകുടീരങ്ങളും സിനഗോഗുകളും ചർച്ചുകളും ഒക്കെ ഈ ജെറുസലേമിനകത്തുണ്ട്. അവ സംരക്ഷിക്കപ്പെട്ടു പോരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജെറുസലേമിന്റെ അവകാശം പലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ കല്ലറകളും യഹൂദ സിനഗോഗുകളും അടക്കം 59 റിലീജിയസ് സൈറ്റുകളാണ് 1948-നും 1967-നും ഇടയിൽ ജോർദാനിൽ നിന്നുള്ള മുസ്ലിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? 59 റിലീജിയസ് സൈറ്റുകൾ 48-നും 67-നും ഇടയിൽ, അതായത് അതുകൊണ്ട് ഒരു 19 കൊല്ലത്തിനിടയിൽ. ഇത് കണ്ടുപഠിച്ചിട്ടാണ് പിൽക്കാലത്ത് താലിബാനികൾ ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ നശിപ്പിച്ചു കളഞ്ഞത്. ഇത് കണ്ടുപഠിച്ചിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് അധികാരം കിട്ടിയ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന പുരാതന നിർമ്മിതികളും പുരാവസ്തുക്കളും അവർ തകർത്ത് കളഞ്ഞത്. ഇപ്പൊ ജെറുസലേമിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, കിഴക്കൻ ജെറുസലേമിലുള്ള കുറെ ഭാഗം അവർ നശിപ്പിച്ചു കളഞ്ഞു, എന്നാൽ ബാക്കി ജെറുസലേമിലുള്ളത് അങ്ങനെ നശിപ്പിക്കപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആ നഗരം യഹൂദന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. മനസ്സിലായോ? അതാ യഹൂദന്റെ കയ്യിലിരുന്നാലേ പറ്റുകയുള്ളൂ. 9ാമത്തെ പോയിന്റ്, ചരിത്രപരമായോ ധാർമ്മികമായോ യാതൊരുവിധ അവകാശങ്ങളും അറബികൾക്കോ പലസ്തീനികൾക്കോ മറ്റു മുസ്ലിങ്ങൾക്കോ ജെറുസലേമിന്റെ മുകളിൽ ഇല്ലാത്തത് കൊണ്ടും യഹൂദന്മാർക്ക് അങ്ങനെയുള്ള ധാരാളം അവകാശങ്ങൾ ഈ നഗരത്തിന്റെ മേൽ ഉള്ളത് കൊണ്ടും ജെറുസലേം യഹൂദന് തന്നെ ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഈ അവസാനം പറഞ്ഞ വാദം ഒന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അറബികൾ അടങ്ങുന്ന മുസ്ലിം ലോകം ജെറുസലേമിന്റെ മുകളിൽ അവകാശം ഉന്നയിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ പോയിട്ട് അവകാശവാദം ഉന്നയിക്കുകയല്ല, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അവർ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ ഈ അവകാശവാദമാണ് തത്തമ്മേ പൂച്ച ശൈലിയിൽ സഖാവ് എം.എ. ബേബിയും രമേശ് ചെന്നിത്തലയായാലും വേറെ ആരായാലും ഇടത് വലത് നേതാക്കൾ ആരായാലും ആവർത്തിച്ച് പറയുന്നത്, അവന്മാര് പറയുന്ന ഈ അവകാശവാദമാണ്. അത് തന്നെയാണ്. അപ്പൊ ആ അവകാശവാദത്തിന്റെ അപഹാസ്യത, അതിന്റെ പൊള്ളത്തരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് ഒരിക്കൽ ഒറ്റ രാത്രി കൊണ്ട് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബുറാഖ് എന്ന കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ചിറകുള്ള ഒരു വെളുത്ത മൃഗത്തിന്റെ പുറത്ത് കയറിയാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയതെന്ന് ഹദീസുകളുണ്ട്. 7ാം ആകാശത്തേക്ക്, സ്വർഗം എന്നുള്ളത് അല്ല, 7ാം ആകാശത്തേക്ക് പോയെന്നുള്ളത്. ആ ബുറാഖിന്റെ പടം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുസ്ലിം സ്നേഹിതരുടെ വീടുകളിൽ, സുന്നി മുസ്ലിം സ്നേഹിതരുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാനത് ഇവിടെ ഇടാം. മുഹമ്മദിന്റെ ഈ ആകാശയാത്ര ഖുർആനിൽ വ്യക്തമല്ലാത്തതും ഹദീസുകളുടെ സഹായത്താൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒന്നാണ്. ഖുർആനിൽ ഒരിടത്തും ജെറുസലേം ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മുഹമ്മദ് പോയത് ഈ ജെറുസലേം ദൈവാലയത്തിൽ ചെന്ന് ജെറുസലേം ദൈവാലയത്തിൽ നിന്നാണ് പിന്നെ 7ാം ആകാശത്തേക്ക് പോയത് എന്നുള്ളത് അങ്ങനെയൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ദൂരെയുള്ള മസ്ജിദ് എന്നർത്ഥം വരുന്ന മസ്ജിദുൽ അക്സ എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കാം. സൂറ 17:1 തന്റെ ദാസനെ, അതായത് മുഹമ്മദിനെ, ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക്, അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രേ അത്. തീർച്ചയായും അവൻ, അതായത് അള്ളാഹു, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. സൂറ 17:1. മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള മസ്ജിദ് എന്നേ അർത്ഥമുള്ളൂ എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. അവരിൽ നിന്ന് കിട്ടിയ ഉത്തരം അതാണ്. മുഹമ്മദ് മരിച്ച് 250 വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളിലാണ്, മുഹമ്മദ് മരിച്ച് 250 കൊല്ലങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളിലാണ് ആ മസ്ജിദ് ജെറുസലേം ദൈവാലയമാണ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം, ഹദീസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൈത്ത് അൽ മഖദിസ് എന്നാണ്. ബൈത്ത് അൽ മഖദിസ്. ഇതാകട്ടെ
ബേത് ഹ മിക്താഷ് എന്ന എബ്രായ പദത്തിന്റെ തർജ്ജമയാണ്. അതായത് യഹൂദന്മാര് ബേത് ഹ മിക്താഷ് എന്ന് പറയുമായിരുന്നു. ആ ബേത് ഹ മിക്താഷ് എന്ന വാക്കിന്റെ അർത്ഥം ദ ഹോളി ടെമ്പിൾ എന്നാണ്. അതായത് യഹൂദന്റെ ആലയം ഉണ്ടല്ലോ, യെരുശലേമിൽ ഉണ്ടായിരുന്ന ആലയം, ആ ആലയത്തെ കുറിക്കാനാണ് അവര് ഈ ബേത് ഹ മിക്താഷ് എന്ന് പറഞ്ഞിരുന്നത്, യഹൂദന്മാർ പറഞ്ഞിരുന്നത്. ആ വിശുദ്ധ ആലയം, വിശുദ്ധ ദൈവാലയം എന്നുള്ളത് കൊണ്ട് അവര് ബേത് ഹ മിക്താഷ് എന്നാണ് പറഞ്ഞിരുന്നത്. ഹദീസുകളിൽ പറയുന്നതനുസരിച്ച് മക്കയിൽ നിന്നും ബുറാക്ക് മുഹമ്മദിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് ജെറുസലേമിലേക്കാണ്. ജെറുസലേമിലെ ബൈത്ത് അൽ മഖദിസ് എന്ന പള്ളിയുടെ പുറത്ത് ബുറാക്കിനെ കെട്ടിയിട്ട് പള്ളിക്കകത്ത് കടന്ന് 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങി ബുറാക്കിന്റെ കെട്ടഴിച്ച് അതിന്റെ പുറത്ത് കയറി ജെറുസലേമിലെ ഒരു പാറയുടെ മുകളിൽ നിന്നും നേരെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് വളരെ വലുതാണ്, ഏതാണ്ട് 3.5 പേജിനടുത്തുണ്ട്. കാരണം അവിടെ നിന്ന് പോവുകയല്ല, അവിടെ ചെന്ന് പിന്നെ ലേലംവിളി ഉണ്ട്, അള്ളാഹുമായിട്ട് ലേലംവിളിയൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മൊത്തം വായിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം ഞാൻ വായിക്കാം. അനസ് ഇബ്നു മാലിക് നിവേദനം, നബി പറഞ്ഞു, എന്റെ അടുക്കൽ ബുറാക്കിനെ കൊണ്ടുവരപ്പെട്ടു. അത് കഴുതയേക്കാൾ നീളം കൂടിയതും കോവർ കഴുതയേക്കാൾ നീളം കുറഞ്ഞതുമായ ഒരു വെളുത്ത മൃഗമാണ്. അത് ദൃഷ്ടി എത്തുന്നതിന്റെ അങ്ങേ അറ്റത്താണ് ഓടുമ്പോൾ കൈകാലുകൾ എടുത്തു വെക്കുക. അനന്തരം ഞാൻ അതിന്റെ പുറത്തു കയറി ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു. എന്നിട്ട് അമ്പിയാക്കന്മാർ അവരുടെ വാഹനങ്ങൾ ബന്ധിക്കുന്ന കണ്ണിയിൽ ഞാൻ അതിനെ കെട്ടിയിട്ടു. അനന്തരം ഞാൻ അവിടുത്തെ പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ശേഷം പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, താങ്കൾ ഇസ്ലാമിന്റെ അടയാളം തെരഞ്ഞെടുത്തു. അനന്തരം ജിബ്രീൽ എന്നെയും കൊണ്ട് ആകാശത്തേക്ക് ഉയരുകയും എന്നിട്ട് അതിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 259, sunnah.com 162 ഹദീസ്. ഈ കഥ പല മുസ്ലിങ്ങളും ആദ്യം വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നതാണ് സത്യം. നബി പാഴ്ക്കിനാവ് കണ്ടതായിരിക്കുമെന്നാണ് ഈ മുസ്ലിങ്ങൾ വിചാരിച്ചത്. എല്ലാവരും അല്ല, കുറെ മുസ്ലിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ പിന്നീട് ഈ കഥ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്ത് വന്നതോടെയാണ് സംശയിച്ചു നിന്ന മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയത്. നേരത്തെ കണ്ടില്ലേ, സൂറ 17:1. അപ്പൊ അത് ഇറങ്ങിയതോടുകൂടി മുസ്ലിങ്ങൾ, സംശയിച്ചു നിന്ന മുസ്ലിങ്ങൾ വിശ്വസിച്ചു. കാരണം അള്ളാഹു ആയത്തായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും. ആയത്തായിട്ട് ആരാ പറയുന്നേ? മുഹമ്മദ് തന്നെ. മുഹമ്മദാണ് ആദ്യം കഥ പറഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ജിബ്രീൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി ബുറാക്കിന്റെ പുറത്തിരുത്തി ഇങ്ങനെ ഇവിടെ യെരുസലേമിൽ കൊണ്ടുപോയി. യെരുസലേമിൽ നിന്ന് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഈ പള്ളിയിൽ കയറി, അല്ലെങ്കിൽ ആ ടെമ്പിളിൽ കയറിയിട്ട്, സോളമൻ പണിത ടെമ്പിൾ ആണെന്നൊക്കെയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കയറി ഞാൻ നിസ്കരിച്ചിട്ട് നേരെ പോയി എന്നൊക്കെ മുഹമ്മദ് കഥ പറയാണ്. അപ്പൊ ഇത് പല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ സാധിക്കുന്നു? ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം പോയിട്ട് 7-ാം ആകാശം വരെ പോയി തിരിച്ചു മടങ്ങി വരിക നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നും പറഞ്ഞ് ഇവർ വിശ്വസിക്കുന്നില്ല. അന്നേരം അത് ഖുർആനിലെ ആയത്തായിട്ട് വരുന്നു. ആരാ പറയുന്നത്? ഇതേ മുഹമ്മദ് തന്നെ. ഇതേ മുഹമ്മദ്. ഇവരുടെയൊക്കെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. സാക്ഷികളൊന്നുമില്ല ഇതിന്, ഒരു സാക്ഷിയും ഇല്ലാത്ത കാര്യം മുഹമ്മദ് ആദ്യം പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്ന മുസ്ലിങ്ങൾ അതേ മുഹമ്മദ് തന്നെ ഇത് ആ ഖുർആനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയത്തായിട്ട് അത് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം വിശ്വസിച്ചു. ബുദ്ധിയുടെ നിലവാരം നോക്കണേ. ഏതായാലും ഖുർആനിൽ ദൂരെയുള്ള ഒരു മസ്ജിദ് എന്ന് മാത്രം പറയുകയും അത് ജെറുസലേം ദൈവാലയമാണെന്ന് ഹദീസുകളിൽ പറയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഖുർആനിൽ ജെറുസലേം എന്ന് പറയുന്നില്ല, ഹദീസുകളിലാണ്. അപ്പൊ നമ്മൾ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ഖുർആൻ മാത്രം സ്വീകരിക്കുകയാണെങ്കിൽ അത് ജെറുസലേം ദൈവാലയമാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ ജെറുസലേമിന്റെ മുകളിലുള്ള ഇസ്ലാമിന്റെ അവകാശവാദം പൊളിയും, ഖുർആന്റെ അടിസ്ഥാനത്തിൽ അവകാശവാദം പൊളിയും. ഇനി ഖുർആൻ ഒഴിവാക്കി ഹദീസുകൾ എടുത്താലോ? അപ്പോഴും ഈ അവകാശവാദം പൊളിയും. അതെങ്ങനെയാണെന്ന് പറയാം. ഈ കഥയിൽ പറയുന്ന വിവരണങ്ങൾ ചരിത്ര വിരുദ്ധമാണ്. ദൂരെയുള്ള മസ്ജിദ് അഥവാ ബൈത്തുൽ മഖദിസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജെറുസലേമിലെ യഹൂദന്റെ ആലയത്തെയാണെങ്കിൽ അത് മുഹമ്മദിന്റെ കാലത്ത് നിലവിലില്ലായിരുന്നു. അങ്ങനെ ഒരു ആലയമേ ഇല്ല. മുഹമ്മദ് ജനിക്കുന്നതിനും 500 കൊല്ലം മുൻപേ AD 70 റോമാക്കാരാൽ ആ ദൈവാലയം തകർക്കപ്പെട്ടിരുന്നു. ഇനി അതല്ല, ഇപ്പോൾ ജെറുസലേമിലുള്ള അൽ അക്സ മോസ്കിനെയാണ് ദൂരെയുള്ള മസ്ജിദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ മുഹമ്മദിന്റെ കാലത്ത് ജെറുസലേമിൽ അൽ അക്സ മോസ്ക് ഉണ്ടായിരുന്നില്ല. മുഹമ്മദിന്റെ കാലത്ത് അങ്ങനെ ഒരു മോസ്കേ ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ജെറുസലേം പിടിച്ചടക്കി 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് AD 685 ജെറുസലേമിൽ മസ്ജിദുൽ അക്സ എന്ന മസ്ജിദ് പണിയാൻ മുസ്ലിങ്ങൾ ആരംഭിക്കുന്നത്. 20 കൊല്ലം കഴിഞ്ഞ് AD 705 പണി പൂർത്തിയായി ആ പള്ളി ഓപ്പൺ ചെയ്യാം. മുഹമ്മദ് മരിച്ചത് AD 633 ഓർക്കണം. അപ്പൊ മുഹമ്മദ് മരിച്ച് ഏതാണ്ട് 52 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ പള്ളി പണിയാൻ തുടങ്ങുന്നത്.
ഇല്ലാത്ത പള്ളിയിൽ ചെന്ന് മുഹമ്മദ് 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കഥയുടെ വിശ്വാസ്യത മനസ്സിലായല്ലോ. ഇത് എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിലവിൽ ഭൂമിയിലില്ലാത്ത ഒരു മസ്ജിദിൽ കയറി മുഹമ്മദ് നിസ്കരിച്ചു എന്നുള്ളതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ പല പല വ്യാഖ്യാന ഫാക്ടറികളും തുറക്കുന്നുണ്ട്. അത് വേറെ, അതിനോട് സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. ഫേസ്ബുക്കിൽ ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഇത് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 5-8 കൊല്ലം മുമ്പ് അവിടെ ഞങ്ങളുടെ ഒരു സഹോദരൻ ഈ വിഷയം ചോദിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് മുസ്ലിങ്ങൾ വന്ന് പറഞ്ഞ ന്യായീകരണം അതാണ് ഇത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അതിന് ഭയങ്കര ഒരു മണിമാളിക ബിൽഡിംഗ് എന്ന യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല യാതൊരു നിർമ്മിതിയുടെയും ആവശ്യം തന്നെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാമല്ലോ. റോട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് ഇവർ നിസ്കരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എവിടെ ഇരുന്നു? വെറും നിലം എങ്ങനെയാണ്? തുറന്ന ഒരു ഗ്രൗണ്ട്, തുറസായ ഒരു സ്ഥലം, അവിടെ ഇരുന്ന് നിസ്കരിക്കാം. എവിടെ ആയിരുന്നിട്ട് നിസ്കരിക്കാം. അപ്പൊ ഇത് മുഹമ്മദ് ഈസയുടെ നേതൃത്വത്തിലായിരുന്നു ദാവാക്കാർ ഈ വാദവുമായിട്ട് അന്ന് വന്നത്. അതിന് അവർ കൊണ്ടുവന്ന ഹദീസൊക്കെ ഉണ്ട്, രസമാണ്. ഭൂമി മുഴുവനും അള്ളാഹു എനിക്ക് നിസ്കാര സ്ഥലമാക്കി തന്നു, അതുകൊണ്ട് എന്റെ അനുയായികൾക്ക് ഭൂമിയിൽ എവിടെയിരുന്നും നിസ്കരിക്കാമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. ആ ഹദീസൊക്കെ എടുത്തുകൊണ്ട് വന്ന് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ഒരു കെട്ടിടമാകണമെന്ന് നിർബന്ധമില്ലെന്നും തുറസായ സ്ഥലത്തെയും മസ്ജിദ് എന്ന് പറയാമെന്നും മുഹമ്മദ് നബി ആകാശത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് ജെറുസലേമിന്റെ മണ്ണിൽ പോയി നിസ്കരിച്ചു എന്നേ ഹദീസിന് അർത്ഥമുള്ളൂ എന്നും അല്ലാതെ ഒരു പള്ളി കെട്ടിടത്തിനകത്ത് കയറി നിസ്കരിച്ചു എന്ന് അർത്ഥമില്ല എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങള് ഈ ദാവാക്കാര് വായിച്ചു നോക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ അവരുടെ കിതാബുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അവർക്കറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് വായിക്കാറുണ്ട് മനസ്സിലാകുന്ന ഭാഷയിൽ. അവരെ പോലെ അർത്ഥമറിയാത്ത അറബിയിൽ ഓതുകയല്ല, അർത്ഥമറിഞ്ഞ് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ അത് വായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വ്യാഖ്യാന കസർത്ത് ഞങ്ങളുടെ അടുക്കൽ വില പോകുന്നതല്ല. കാരണം ഈ ഹദീസിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അമ്പിയാക്കന്മാർ അവരുടെ വാഹനങ്ങൾ ബന്ധിക്കുന്ന കണ്ണിയിൽ മുഹമ്മദ് ബുറാഖിനെ കെട്ടിയിട്ടു എന്നും എന്നിട്ട് അവിടുത്തെ പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ശേഷം പുറത്തിറങ്ങുകയും ചെയ്തു എന്നും. പണ്ട് കാലത്ത് സത്രത്തിന് മുന്നിലും മസ്ജിദിന് മുന്നിലും തുടങ്ങി ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഏത് കെട്ടിടത്തിന് മുമ്പിലും വാഹന മൃഗത്തെ കെട്ടിയിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതായത് ആ കെട്ടിടത്തിനകത്തേക്ക് കാരണം ഇപ്പൊ ഒരു ഹോട്ടലാണ്, സത്രമാണ്, അല്ലെങ്കിൽ ഒരു സലൂണാണ്, അതുപോലെ എന്തെങ്കിലും. അപ്പോൾ അതിനകത്ത് ആ കെട്ടിടത്തിനകത്ത് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരികയാണെങ്കിൽ, ഇന്ന് നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യും, കാറാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യും. അതുപോലെ കുതിരനെ അവിടെ ചുമ്മാ വിടാൻ പറ്റില്ല, പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുതിര ഓടിപ്പോകാം, എങ്ങോട്ടെങ്കിലൊക്കെ പോകാം, ആരെങ്കിലും അതിനെ പിടിച്ച് കൊണ്ടുപോകാം. അപ്പൊ അതുകൊണ്ട് ഇവര് കെട്ടിയിടും. കെട്ടിയിടാൻ വേണ്ടിയിട്ട് എല്ലാ ഇങ്ങനെയുള്ള ഈ പൊതുസ്ഥലങ്ങൾ, അവിടെ പൊതുസ്ഥലങ്ങളുടെ ആ ബിൽഡിങ്ങുകളിലെല്ലാം ഈ വാഹന മൃഗത്തെ കെട്ടിയിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കുഴിച്ചിട്ടിരിക്കുന്ന 2 കുറ്റികൾക്ക് കുറുകെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു മരത്തടിയിലായിരിക്കും കുതിരയെ കെട്ടിയിടുക. ഈ വൈൽഡ് വെസ്റ്റ് സിനിമകളോ കൗബോയ് സിനിമകളോ, ഹോളിവുഡിലെ പഴയ കൗബോയ് സിനിമകളോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് സുപരിചിതമായിരിക്കും. കാരണം അത് ഇങ്ങനെ ധാരാളം കാണാറുള്ളതാണ്. ആ തരം സിനിമകളിൽ ഇങ്ങനെയുള്ള സീനുകളുണ്ട്, കുതിരനെ കെട്ടിയിട്ടിട്ട് അവരകത്തേക്ക് കയറുന്നത്. ചിലരൊക്കെ വെറും മരത്തടി മാത്രമായിരിക്കും മരത്തടിയുമ്പോൾ കിട്ടും. ചിലർ മരത്തടിയുമ്പോൾ വളയങ്ങൾ ഉണ്ടായിരിക്കും, കണ്ണികൾ, അതിലായിരിക്കും കുതിരനെ കെട്ടിയിടുക. അപ്പൊ അങ്ങനെ വളയം ഘടിപ്പിച്ചിട്ടുള്ള ഒന്നിലാണ് മുഹമ്മദ് ഈ ബുറാക്കിനെ കെട്ടിയിട്ടത്. അതാണ് അമ്പിയാക്കന്മാർ കുതിരയെ കെട്ടിയിടുന്ന കണ്ണികളിൽ ഞാൻ അതിനെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് വെറും ഓപ്പൺ പ്ലേസ് ആയിരുന്നില്ല, ആളുകൾക്ക് കയറാൻ പറ്റുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നെന്നും ആ കെട്ടിടത്തിന് മുമ്പിൽ വാഹന മൃഗത്തെ കെട്ടിയിടാനുള്ള മരത്തടിയും ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ മരത്തടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് മാത്രമല്ല, ആ ഹദീസിൽ മുഹമ്മദ് പറയുന്നത്, അനന്തരം ഞാൻ അവിടുത്തെ പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ശേഷം പുറത്തിറങ്ങുകയും ചെയ്തു എന്നാണ്. പ്രവേശിച്ചു, പുറത്തിറങ്ങി. അപ്പോ ബിൽഡിംഗ് ഒന്നുമില്ലാതെ വെറും ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ എന്തിനാണ് പള്ളിയിൽ പ്രവേശിച്ചു എന്ന് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി എന്ന് മുഹമ്മദ് പറഞ്ഞത്? ഉള്ളിലേക്ക് കയറുകയും അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കെട്ടിടം വേണ്ടേ? അത് വേണ്ടേ? സത്യം പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ ആയിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ചില ഹദീസുകൾ നോക്കിയാൽ മതി, ഇവരുടെ വ്യാഖ്യാന ഫാക്ടറി അടപടലം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നമുക്ക് ആ ഹദീസുകളും കൂടി നോക്കാം, അല്ലാനും ഇല്ല, ചിലത് മാത്രമേ നോക്കുകയാണ്. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, നബി പറഞ്ഞു, ഖുറൈശികൾ എന്നെ എൻ്റെ രാപ്രയാണത്തെ, അതായത് രാത്രി പോയിട്ട് ഇങ്ങനെ 7-ാം ആകാശം വരെ പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നത്, ഒറ്റ രാത്രി കൊണ്ടാണ് ഇതെല്ലാം. അതായത് ഈ പുള്ളി ഈ അറേബ്യയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ജെറുസലേമിലെത്തി. ഒറ്റ രാത്രി മൊത്തം എടുത്തിട്ടില്ല, കുറഞ്ഞ സമയം കൊണ്ട് ജെറുസലേമിലെത്തി. ജെറുസലേമിൽ നിന്ന് നേരെ 7-ാം ആകാശത്തേക്ക് പോയി, എന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും തിരിച്ച്
തൻ്റെ കിടക്കെ തന്നെ വന്നു. എല്ലാം ഒറ്റ രാത്രി കൊണ്ട് തീർന്നതാണ്. അപ്പൊ ഇതിനെ നിഷേധിച്ചു, സ്വാഭാവികമാണ്, നിഷേധിച്ചു. അന്നത്തെ ആളുകൾ നിഷേധിച്ചു, ഖുറൈശികൾ നിഷേധിച്ചു. അപ്പോഴാണ് മുഹമ്മദ് ഇത് പറയുന്നത്. ഈ ഹദീസ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഖുറൈശികൾ എൻ്റെ രാപ്രയാണത്തെ നിഷേധിച്ചപ്പോൾ ഞാൻ ഹിജ്ർ എന്ന കല്ലിന്മേൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അള്ളാഹു എനിക്ക് ബൈത്തുൽ മുഖദ്ദിസിനെ വെളിവാക്കി തരികയും അതനുസരിച്ചുകൊണ്ട് ഞാൻ അതിനെ നോക്കിക്കൊണ്ട് അതിന്റെ അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. സഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 276, sunnah.com 170, സഹീഹ് മുസ്ലിം 170. അതാണ് ഈ ഹദീസ്. അപ്പൊ ഈ മുഹമ്മദിന്റെ രാപ്രയാണത്തെ ഖുറൈശികള് വിശ്വസിച്ചില്ല, അവരതിനെ നിഷേധിച്ചു. അപ്പൊ അള്ളാഹു മുഹമ്മദിന് ബൈത്തുൽ മുഖദ്ദിസ് കാണിച്ചു കൊടുക്കുകയും അതിനെ നോക്കിക്കൊണ്ട് മുഹമ്മദ് അതിന്റെ അടയാളങ്ങൾ ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിലുള്ളത്. വെറും ഒരു തുറസായ സ്ഥലമാണെങ്കിൽ, വെറും ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ എന്തോന്ന് അടയാളങ്ങളാ. ആ മൂലയ്ക്ക് ഒരു മരം നിൽക്കുന്നുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട്, അതവിടെ കുറച്ച് കല്ലുകൾ കൂമ്പാരമായി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണോ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്? അങ്ങനെയാണോ? അതൊന്നുമല്ല. ഒരു കെട്ടിടത്തിന്റെ അടയാളങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒരു കെട്ടിടം കാണിച്ചു കൊടുത്തു. മുഹമ്മദ് ഇവർ നിഷേധിക്കുന്ന സമയത്ത് പുള്ളി ഹിജ്ർ എന്ന് പറയുന്ന ഒരു കല്ലിന്റെ മേലെ എഴുന്നേറ്റ് നിന്നു. കല്ലിന്റെ മേലെ എഴുന്നേറ്റ് നിന്നപ്പോൾ കാണിച്ചു കൊടുത്തു. മുഹമ്മദ് നിലത്ത് അവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടല്ല, ഒരു കാര്യം കാണണ്ടാകുമ്പോൾ അല്ല കല്ലിന്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ എത്തി നോക്കുന്നു. അതുപോലെ മുഹമ്മദ് ഹിജ്ർ എന്ന് പറഞ്ഞ കല്ലിന്റെ മുകളിൽ കയറി എത്തി നോക്കിയപ്പോൾ അള്ളാഹു അത് കാണിച്ചു കൊടുത്തു. അപ്പോ ഇവര് പറയുന്ന പോലെ പള്ളിക്കെട്ടിടങ്ങളൊന്നുമല്ല, ഒരു തുറസായ ഭൂമിയെയാണ് മസ്ജിദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ തുറന്ന ഭൂമിക്ക് എന്ത് അടയാളങ്ങളാണ് പറയാനുള്ളത്? ഇതേ ഹദീസ് ജാമിയ തിർമിദിയിലുമുണ്ട്. Narrated Jabir ibn Abdullah that the Messenger of Allah said, when the Quraysh belied me, I stood in the Hijr and Allah displayed Bait al-Maqdis to me. So I informed them of its features as I was looking at it. ജാമിയ തിർമിദി വോളിയം 5 ബുക്ക് 44 ഹദീസ് നമ്പർ 3133. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ കെട്ടിടത്തിന്റെ ഫീച്ചേഴ്സ് വിവരിച്ചു കൊടുത്തു എന്നുള്ളത്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ നിന്നുള്ള വേറൊരു ഹദീസ് നോക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഹിജ്ർ എന്ന കല്ലിന്മേൽ നിൽക്കുന്നതായും ഖുറൈശികൾ എന്റെ നിശായാത്രയെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്നതായും ഞാൻ കാണുകയുണ്ടായി. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദിസിനെ സംബന്ധിച്ച് അവർ എന്നോട് പലതും അന്വേഷിച്ചു. അതൊന്നും എനിക്ക് ശരിക്കും അറിയുമായിരുന്നില്ല. തന്നിമിത്തം ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. അതുപോലെ മുമ്പൊരിക്കൽ ഞാൻ വിഷമിച്ചിട്ടില്ല. ആ അവസരത്തിൽ എനിക്ക് ശരിക്ക് കാണത്തക്കവണ്ണം അള്ളാഹു അതിനെ ഉയർത്തി കാണിച്ചു തന്നു. അതിനാൽ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം കൊടുത്തു. സഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 278, sunnah.com 172 ഹദീസ്. തുറസായ ഭൂമിയെ അള്ളാഹു ഉയർത്തി കാണിച്ചു കൊടുത്തു എന്നാണ് ഇവന്മാര് വാദിക്കുന്നത്. അല്ല, ഒരു കെട്ടിടത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ കെട്ടിടത്തിന് എത്ര ജനലുണ്ട്, എത്ര വാതിലുണ്ട് എന്നതുവരെ മുഹമ്മദ് വിവരിക്കുന്നുണ്ട്. അത് വേറെ പുസ്തകത്തിലാണുള്ളത്. മുഹമ്മദ് മരിച്ച് 160 വർഷങ്ങൾ കഴിഞ്ഞ് ജനിച്ച പ്രമുഖ സുന്നി ഇസ്ലാമിക പണ്ഡിതനാണ് മുഹമ്മദ് ഇബിൻ സാദ്. ഇബിൻ സാദ് എന്നാണ് ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത്. നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, മുഹമ്മദ് മരിച്ച് 160 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളല്ലേ, ദൃക്സാക്ഷിയൊന്നും അല്ലല്ലോ, അപ്പൊ ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയാണ് ഇത്ര ആധികാരികത അല്ലെങ്കിൽ വിശ്വസനീയത ഉള്ളതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ശേഷമാണ് ബുഖാരി വരുന്നത്. ഇമാം ബുഖാരിയൊക്കെ വരുന്നത് പിന്നെയും 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. മനസ്സിലായോ? 241 ബുഖാരി ഇതും കൊണ്ടുവരുന്നത്. അതായത് ഹിജ്റ 251, മുഹമ്മദ് മരിച്ച് 241 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സ്വഹീഹ് ബുഖാരി എന്ന് പറയുന്ന ഇവരുടെ 2ാം പ്രമാണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പുസ്തകം വരുന്നത്. പിന്നെയും 30-35 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം ഹദീസ് ശേഖരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവരെക്കാളൊക്കെ, ബുഖാരിയേക്കാളൊക്കെ മുൻപേ തന്നെ എഴുതപ്പെട്ട പുസ്തകമാണ് ഇബിൻ സാദ്. ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇബിൻ സാദ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, വളരെ അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് കിതാബ് അൽ തബാഖത്ത് അൽ കബീർ. ഇവിടെ ഈ മുഹമ്മദിന്റെയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ജീവചരിത്രങ്ങൾ, അതാണ് ആ ഗ്രന്ഥം. ബൃഹത് ഗ്രന്ഥമാണ്, ധാരാളം വോളിയങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഈ സ്വഹീഹ് ബുഖാരിക്കും മുസ്ലിമിനും മുമ്പേ എഴുതപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥമാണ് ഈ കിതാബ് അൽ തബാഖത്ത് അൽ കബീർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പുസ്തകം എഴുതി പിന്നെയും ദശകങ്ങൾക്ക് ശേഷമാണ് സ്വഹീഹ് ബുഖാരിയൊക്കെ എഴുതപ്പെടുന്നത്. ഈ കിതാബ് അൽ തബാഖത്ത് അൽ കബീറിന്റെ വോളിയം 1 പേജ് 248 ഈ ഹദീസ് ഇബിൻ സാദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇബിൻ സാദ് രേഖപ്പെടുത്തിയ ഹദീസ്. ഇതിന് ശേഷമാണ് ബുഖാരിയൊക്കെ വന്നിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ഹദീസ് എല്ലാവരും വിട്ടുകളഞ്ഞു. കാരണം ഇതിന്റെ അപഹാസ്യത അവർക്ക് മനസ്സിലായി. അപഹാസ്യത മനസ്സിലായതുകൊണ്ട് ഈ ഹദീസ് ഇങ്ങനെയല്ല അവര് കൊടുത്തിരിക്കുന്നത്, വേറെ രീതിയിലാണ്. നമ്മളിപ്പോൾ വായിച്ചല്ലോ. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് വാതിലും ജനലും ഒക്കെ എണ്ണുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. ഐ സ്റ്റുഡ് അറ്റ് അൽ ഹിജ്ർ
visualized Bayt al-Muqaddis and described its signs. Some of them said, "How many doors are there in that mosque?" ചോദിക്കുകയാണ്, മുഹമ്മദ് പറയാണ്, ഞാൻ അൽ ഹിജ്റിൽ നിന്നു അള്ളാഹു ബൈത്തുൽ മുഖദ്സിനെ ഉയർത്തി കാണിച്ചു തന്നപ്പോൾ ഞാൻ അതിന്റെ അടയാളങ്ങൾ വിവരിച്ചു കൊടുത്തു. അപ്പൊ അവർ ചോദിക്കുകയാണ്, ആ പള്ളിയിൽ എത്ര വാതിലുകളാണുള്ളത്? എത്ര വാതിലുകളാണുള്ളത്? ഐ ഹാഡ് നോട്ട് കൗണ്ടഡ് ദം. മുഹമ്മദ് പറയാണ്, ഞാൻ അവയെ എണ്ണിയിരുന്നില്ല. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പൊ നമ്മളൊക്കെ ഒരു മസ്ജിദിനകത്ത് അല്ലെങ്കിൽ വേറെ എന്താകട്ടെ, എന്തൊരു ബിൽഡിങ്, പള്ളി ആകട്ടെ അല്ലെങ്കിൽ എന്താകട്ടെ, അതിന്റെ അകത്തൊക്കെ നമ്മൾ കയറി കഴിയുമ്പോൾ ആ വാതിലെണ്ണാനല്ല നമ്മൾ നിൽക്കുക. എന്താവശ്യത്തിനാണോ കയറിയ ആവശ്യം നിർവഹിച്ച് നമ്മൾ മടങ്ങി പോരും. അല്ലാതെ അതിന്റെ വാതിൽ എത്രയുണ്ട്, ജനൽ എത്രയുണ്ട് നമ്മൾ എണ്ണ നിൽക്കില്ല. സ്വാഭാവികമായിട്ട് മുഹമ്മദ് എണ്ണിയില്ല. അതാണ് മുഹമ്മദ് പറഞ്ഞത്, ഞാൻ അത് എണ്ണിയില്ല. ഐ ഹാഡ് നോട്ട് കൗണ്ടഡ് ദം. സോ ഐ ബിഗാൻ ടു ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് കൗണ്ടഡ് ദം വൺ ബൈ വൺ ആൻഡ് ഗേവ് ദം ഇൻഫർമേഷൻ കൺസേണിങ് ദം. അപ്പൊ മുഹമ്മദ് പറയുകയാണ്, അത് ഞാനത് എണ്ണിയിരുന്നില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സൂക്ഷിച്ചു നോക്കി. അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോ, ഈ മുഹമ്മദിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, വിഷ്വലൈസ് ചെയ്ത് മുഹമ്മദിന്റെ മുമ്പ് കൊണ്ടുവന്നപ്പോ മുഹമ്മദ് സൂക്ഷിച്ച് നോക്കിയിട്ട് എണ്ണുകയാണ്. അതുകൊണ്ട് ഞാൻ അത് നോക്കാൻ തുടങ്ങി. അപ്പൊ ഓരോന്നായി എണ്ണി, വൺ ബൈ വൺ ആയിട്ട് ഞാൻ എണ്ണി, എന്നിട്ട് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. പിന്നെ ബാക്കിയുണ്ട് ഹദീസ്. അപ്പൊ അതിൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കാരവൻസിന്റെ, അതിലെ പോയിക്കൊണ്ടിരുന്ന ഒട്ടകക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ആ വ്യാപാര സംഘങ്ങൾ, അവരുടെ വിവരം. അപ്പൊ അള്ളാഹു അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് മുഹമ്മദ് പറയുന്ന ഹദീസില്. ഈ ദാവാക്കാരുടെ വ്യാഖ്യാന ഫാക്ടറി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് കണ്ടോ? അവിടെ നിലവിലില്ലാതിരുന്ന ഒരു കെട്ടിടത്തിന്റെ അടയാളങ്ങൾ മുഹമ്മദ് ഖുറൈശികൾക്ക് വിവരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഭൂമിയിലില്ലാതിരുന്ന ആ കെട്ടിടത്തിന്റെ വാതിലുകളുടെ എണ്ണം വരെ ഓരോന്നോരോന്നായിട്ട് എണ്ണി മുഹമ്മദ് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് ഹദീസിലുള്ളത്. ഇന്നത്തെ സഹീഹ് മുസ്ലിമിനേക്കാളും സഹീഹ് ബുഖാരിയേക്കാളൊക്കെ മുൻപേ എഴുതപ്പെട്ട ഹദീസുകൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സാഹിത്യത്തിന് അടിത്തറവാകിയ ഈ കിതാബിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മുഹമ്മദ് ബൈത്തുൽ മഖ്ദിസിന്റെ അടയാളങ്ങൾ വിവരിച്ചു കൊടുക്കുകയും അതിന്റെ വാതിലുകൾ എണ്ണുകയും ചെയ്തു എന്ന്. അതായത് ദാവാക്കാര് പറയുന്നത് പോലെ, ഈ മുഹമ്മദ് ഈസയും കൂട്ടരൊക്കെ പറയുന്നത് പോലെ അതൊരു തുറസായ സ്ഥലമായിരുന്നില്ല, മറിച്ച് ഒരു കെട്ടിടമായിരുന്നു. ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ഈ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഹദീസുകളും മറ്റുമൊക്കെ എടുത്ത്, അയ്യോ അത് ഭൂമിയാണ്, വെറും നിലമാണ്, ഭൂമി മുഴുവനും നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി അള്ളാഹു മുഹമ്മദിനെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ ദൂതന്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ മുഹമ്മദിന്റെ അനുയായികൾക്ക് എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കും ഭൂമിയിൽ എവിടെയിരുന്ന് നിസ്കരിക്കാമെന്നൊക്കെയുള്ള ഇത്തരം ഹദീസുകളൊക്കെ കൊണ്ട് അവർ വരുന്നതിന്റെ കാരണം എന്നറിയോ? അവിടെ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവര് പെടും. ഇവർ ഈ പറയുന്ന ഈ കെട്ടിടം അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായ? ഈ കെട്ടിടം അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഈ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് പറയുന്ന വേറൊരു ഹദീസ് ഉണ്ട്, സുനാൻ അന്നസായി വോളിയം 1 ബുക്ക് 8 ഹദീസ് നമ്പർ 694. ആ ഹദീസിൽ പറയുന്നത്, ദാവൂദിന്റെ മകനായ സുലൈമാൻ ബൈത്തുൽ മഖ്ദിസിന്റെ പണിയൊക്കെ തീർത്തു കഴിഞ്ഞപ്പോ, ആ ബിൽഡിംഗ് എല്ലാം പണിത് തീർത്തു കഴിഞ്ഞപ്പോ അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു എന്നാണ്. പിന്നെ ആ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ വിഷയമല്ല. അതുകൊണ്ട് അതൊരു കെട്ടിടമാണെന്നും ആ കെട്ടിടം പണിതത്, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ആ കെട്ടിടം പണിതത് ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി ആണെന്നും ഒക്കെയാണ് ഇവരുടെ കിതാബിന്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. ഈ ദാവൂദിന്റെ മകനായ സുലൈമാൻ ആരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ബൈബിളിലെ ദാവീദിന്റെ മകനായ ശലോമോൻ ആണെന്ന് കോയമാര് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ 2 പേരുടെയും ക്യാരക്ടർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ, അതായത് സുലൈമാൻ നബിയുടെയും ബൈബിളിൽ പറഞ്ഞ സോളമന്റെയും ക്യാരക്ടർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും 2 പേരും തമ്മിലില്ല എന്നുള്ള കാര്യം. എങ്കിലും തൽക്കാലം നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം. ജെറുസലേമിൽ യഹോവയായ ദൈവത്തിന് ആലയം പണിത ശലോമോൻ തന്നെയാണ് അല്ലെങ്കിൽ സോളമൻ തന്നെയാണ് ഇവർ പറയുന്ന സുലൈമാൻ എന്ന് തൽക്കാലം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ശലോമോൻ പണിത യഹോവയുടെ ആലയത്തെയാണ് ഇവിടെ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും സമ്മതിച്ചു കൊടുക്കാം. അതും സമ്മതിക്കാം, ഒക്കെ അത് തന്നെ ശരി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഈ സോളമൻ പണിത ദൈവാലയം BC 586 ബാബിലോണിയക്കാർ, നെബൂഖദ്നേസറിന്റെ ബാബിലോണിയക്കാർ വന്ന് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അത് തറമട്ടമാക്കി കളഞ്ഞു. അതായത് ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് ജനിക്കുന്നതിനും 1156 വർഷങ്ങൾക്ക് മുമ്പേ ഈ ദൈവാലയം നശിപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് ബാബിലോൺ പ്രവാസത്തിൽ നിന്നും സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന യഹൂദന്മാർ ഒരു ദൈവാലയം പണിയുന്നുണ്ട്, 2ാം ആലയം. ഇത് ചെറിയൊരു ആലയമായിരുന്നു. ഈ ചെറിയ ദൈവാലയത്തെ പിന്നീട് ഹെരോദ രാജാവ് പുതുക്കി പണിയുന്നുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ കാലത്ത് നിലനിന്നിരുന്നത്. വളരെ വലുപ്പമുള്ള ദൈവാലയമായിരുന്നത്. ആ ദൈവാലയമാണ് AD 70 റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസിന്റെ ജെറുസലേം ആക്രമണത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർക്കപ്പെട്ടു പോകുന്നത്. അപ്പൊ അതങ്ങനെ പോയി. എന്നുവെച്ചാൽ മുഹമ്മദ് ജനിക്കുന്നതിന് 500 കൊല്ലം മുമ്പേ തന്നെ ഈ ആലയം തകർക്കപ്പെട്ടിരുന്നു.
ചുരുക്കി പറഞ്ഞാൽ ശലോമോൻ പണിത ആലയമായാലും അതല്ല സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പണിത രണ്ടാം ദൈവാലയമായാലും മുഹമ്മദിന്റെ കാലത്ത് ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ആലയം മുഹമ്മദ് ജനിക്കുന്നതിനും 11.5 നൂറ്റാണ്ടുകൾക്ക് മുൻപും രണ്ടാമത്തെ ആലയം മുഹമ്മദ് ജനിക്കുന്നതിന് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പും നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പൊ പിന്നെ മുഹമ്മദ് പോയി 2 റക്കാത്ത് നിസ്കരിച്ച, പിന്നീട് ഖുറൈശികൾ ചോദിച്ചപ്പോൾ അള്ളാഹു ഉയർത്തി കാണിച്ചു കൊടുത്ത ആ ബൈത്തുൽ മഖ്ദിസ് എന്ന മസ്ജിദ് ഏതാണ്? ജെറുസലേമിൽ അങ്ങനെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ജിബ്രീല് മുഹമ്മദിനെ 7-ാം ആകാശം വരെ കൊണ്ടുപോയി എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളത് സത്യമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് ജെറുസലേമിൽ നിന്നല്ല വേറെ ഏതോ സ്ഥലത്ത് നിന്നായിരിക്കണം എന്നാണ് അവർ വിശ്വസിക്കേണ്ടത്. കാരണം ബൈത്തുൽ മുഖദ്ദിസ് ഒക്കെ ഉള്ള ആ സ്ഥലത്ത് നിന്നാണ് പോയിരിക്കുന്നത്, അത് ജെറുസലേമിലല്ല. ജെറുസലേമിൽ അങ്ങനെ ബൈത്തുൽ മുഖദ്ദിസ് ഇല്ല. അപ്പൊ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും അത് പോയിട്ടുണ്ടാവുക. അങ്ങനെ വിശ്വസിക്കണം. അപ്പൊ ജെറുസലേമിന്റെ മേല് ഇവർക്ക് അവകാശമില്ല. മനസ്സിലായ? മുഹമ്മദിന്റെ കാലത്ത് ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ലാത്തത് കൊണ്ട് മുഹമ്മദ് പോയി എന്ന് പറയുന്നത്, ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് 7-ാം ആകാശത്തിലേക്ക് പോയി എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും നഗരത്തിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്നുള്ള പേരിൽ വല്ല ആലയങ്ങാനും ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും പോയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ മുഹമ്മദ് ജെറുസലേമിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് കാട്ടറബികളെ പറ്റിക്കാൻ വേണ്ടി മുഹമ്മദ് പടച്ചുണ്ടാക്കിയ നുണയായിരിക്കണം. പോയിട്ടുണ്ടെങ്കിൽ അത് ജെറുസലേമിൽ നിന്നല്ല വേറെ എവിടെ നിന്ന് വന്നതായിരിക്കും. അതല്ലെങ്കിൽ മുഹമ്മദ് പോയിട്ടേ ഇല്ല, ഇത് ആ കാട്ടറബികളെ പറ്റിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ നുണയാണ്. ആ നുണ ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്ത കെട്ടിടവും ആ കെട്ടിടത്തിനകത്ത് കയറി 2 റക്കാത്ത് നിസ്കാരവും ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നേ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂ. ഏത് വിശ്വസിച്ചാലും ജെറുസലേമിന് ഇതിൽ യാതൊരു റോളും ഇല്ല. മനസ്സിലായോ? ജെറുസലേമിന് അതിനകത്ത് യാതൊരു റോളും ഇല്ല. ബൈത്തുൽ മുഖദ്ദിസ് ജെറുസലേമിലില്ല, അല്ലെങ്കിൽ മുഹമ്മദ് നുണ പറഞ്ഞതാണ്. രണ്ടാണെങ്കിലും ശരി, ജെറുസലേമിൽ റോളില്ല. അപ്പൊ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ യാതൊരു അവകാശവുമില്ല, ഒരവകാശവും ഇല്ല. ഏതായാലും മുഹമ്മദ് പറക്കുന്ന ബുറാക്കിന്റെ പുറത്ത് കയറി ഒരൊറ്റ രാത്രി കൊണ്ട് 7-ാം ആകാശം വരെ പോയി എന്നുള്ള ഈ കഥയുടെ പിൻബലത്തിലാണ് ജെറുസലേമിന്റെ മേൽ മുസ്ലിം ലോകം അവകാശവാദം ഉന്നയിക്കുന്നത്. തങ്ങളുടെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയത് ആ നഗരത്തിൽ നിന്നായതുകൊണ്ട് ആ നഗരം തങ്ങൾക്ക് മതപരമായി പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അവർ വാദിക്കുന്നു. ജെറുസലേമിന്റെ മേലുള്ള മുസ്ലിങ്ങളുടെ അവകാശവാദത്തിന്റെ അടിസ്ഥാനം ഈ കഥയാണ്. ഈ കഥ പറക്കുന്ന കുതിരയുടെ പുറത്ത് കയറി മുകളിലോട്ട് പോയി എന്ന് പറയുന്ന ഒരു കഥ. ഈ കഥയുടെ അടിസ്ഥാനത്തിലാണ് സഖാവ് MA ബേബി ഫേസ്ബുക്ക് പോസ്റ്റിൽ മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലമായ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളി എന്നൊക്കെ തട്ടി മൂളിച്ചിരിക്കുന്നത്. മനസ്സിലായോ സഖാവെ? നിങ്ങൾ ആ പോസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അവകാശവാദം, ഒരു മുത്തശ്ശിക്കഥ, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ചരിത്രപരമായി യാതൊരു ആധികാരികതയും ഇല്ലാത്ത, നിയമപരമായിട്ടൊരു ആധികാരികതയും ഇല്ലാത്ത, ധാർമ്മികമായിട്ട് ആധികാരികതയില്ലാത്ത, മതപരമായ ആധികാരികതയില്ലാത്ത ഒന്നാണ് ഈ അവകാശവാദം. യഹൂദന്മാർ ഈ നഗരത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും കഥകളുടെ അടിസ്ഥാനത്തിലാണോ? അല്ല. അവരുടെ അവകാശവാദത്തിന് ചരിത്രപരമായ പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളാണ് ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ പോയിന്റ്സ് ആയിട്ട് ഇതുവരെ നോക്കിയത്. അവരുടെ പിതാക്കന്മാരുടെ ഭൂമിയാണത്. അവരുടെ പല പ്രവാചകന്മാരും അടക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയാണത്. പ്രവാചകന്മാരുടെ ശവക്കല്ലറകളുള്ള ഭൂമി. 3000 വർഷത്തിലധികമായി അവർ അധിവസിച്ചു വരുന്ന ഭൂമിയാണത്. 1000ഓളം വർഷം അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഭൂമിയാണത്. 3000 വർഷത്തിലധികമായി അവരുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ അവർ സ്മരിക്കുന്ന ഭൂമിയാണത്. 2000 വർഷത്തോളമായി അവരുടെ വിലാപങ്ങൾക്ക് നിദാനമായിരിക്കുന്ന ഭൂമിയാണത്. പുരാവസ്തുശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്തോറും ഉത്ഖനനങ്ങളാൽ യഹൂദന്മാരുടെ ദൈവാലയത്തിന്റെയും കോട്ടകളുടെയും വീടുകളുടെയും കുതിരലായങ്ങളുടെയും അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയാണത്. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയധികം കാര്യങ്ങളുണ്ട് ഒരു യഹൂദന് ആ നഗരത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ. നിഷ്പക്ഷ മനസ്സുള്ള ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത ചരിത്രപരവും ധാർമ്മികവുമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ ജെറുസലേമിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ജെറുസലേമിന്റെ മേലുള്ള അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ചരിത്രപരമായ എന്തെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ അവർ ജെറുസലേമിന് മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നത്? അല്ല. മതപരമായ അടിസ്ഥാനത്തിലുള്ള അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ശരി, മതപരമായിട്ടുള്ള ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ അവരെടുത്തു കാണിക്കുന്ന അവരുടെ മതഗ്രന്ഥങ്ങളിലുള്ള തെളിവ് എന്താണ്? സ്ത്രീയുടെ തലയും കുതിരയുടെ ശരീരവും കഴുതയേക്കാൾ വലുതും കോവർക്കഴുതയേക്കാൾ ചെറുതും അതുപോലെ 2 ചിറകുകളുമുള്ള ബുറാഖ് എന്നൊരു ജീവിയുടെ കഥ. ഈ മുത്തശ്ശിക്കഥയും പറഞ്ഞിട്ടാണ് അവർ ജെറുസലേം നഗരത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. പറക്കുന്ന കുതിരയുടെ കഥ പറഞ്ഞുകൊണ്ട്.
എന്നാൽ ഈ മുത്തശ്ശിക്കഥയുടെ പേരിൽ ജെറുസലേം നഗരത്തിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് യഹൂദന്റെ ആരാധന മുടക്കുക എന്നല്ലാതെ ആ നഗരത്തിനോ അവിടുത്തെ ഡോം ഓഫ് ദി റോക്കിനോ അല്ലെങ്കിൽ അൽ അക്സ പള്ളിക്കോ ഒന്നും മുസ്ലിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് അവരുടെ പ്രവൃത്തികളാൽ, അറബികളാകട്ടെ അല്ലെങ്കിൽ പലസ്തീൻ മുസ്ലിങ്ങളാകട്ടെ, അവർ തങ്ങളുടെ പ്രവൃത്തികളാൽ തെളിയിച്ചിട്ടുണ്ട്. ഈ ഡോം ഓഫ് ദി റോക്ക് ഉണ്ടല്ലോ, അത് ശലോമോൻ പണിത ഒന്നാം ദൈവാലയം ഇരുന്ന സ്ഥാനത്ത് തന്നെയാണ് മുസ്ലിങ്ങൾ പണിതിരിക്കുന്നത്. യഹൂദനെ ലോകത്ത് വേറൊരിടത്തും ആരാധനയ്ക്കായി ദൈവാലയം പണിയാൻ അനുവാദമില്ലെന്ന് അറിയാവുന്ന മുസ്ലിങ്ങൾ യഹൂദന്റെ ആരാധന മുടക്കാൻ വേണ്ടി, അവൻ ദൈവാലയം പണിയാതിരിക്കാൻ വേണ്ടിയാണ് യഹൂദന്റെ ആരാധനാലയം നിലനിന്നിരുന്ന സ്ഥാനത്ത് ഡോം ഓഫ് ദി റോക്ക് പണിതിരിക്കുന്നത്. ഈ ശലോമോന്റെ ദൈവാലയത്തിൽ വിശുദ്ധ സ്ഥലമുണ്ട്, നമുക്കറിയാം, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അങ്ങനെയാണല്ലോ അത്. അവരുടെ സമാഗമന കൂടാരത്തിനകത്ത് ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പൊ അത് ശലോമോൻ ദൈവാലയം പണിയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അപ്പൊ ആ അതിവിശുദ്ധ സ്ഥലം നിന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്താണ് ഡോം ഓഫ് ദി റോക്ക് പണിതിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ യഹൂദന് ആലയം പണിയണമെങ്കിൽ ഈ ഡോം ഓഫ് ദി റോക്ക് വിട്ടുകിട്ടണം. അത് വിട്ടുകിട്ടിയാലേ അവൻ അവിടെ ആലയം പണിയാൻ പറ്റും. മുസ്ലിങ്ങൾ അത് വിട്ടുകൊടുക്കുകയുമില്ല. അവർക്കത് പുണ്യകേന്ദ്രമായിട്ടൊന്നല്ലാട്ടോ അവർ വിട്ടുകൊടുക്കാത്ത. അതുകൊണ്ടല്ല, മറ്റുള്ളവരുടെ പുണ്യസ്ഥലങ്ങൾ കയ്യേറിയിട്ട് അത് വിട്ടുകൊടുക്കാതിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയാണത്, നബിചര്യയാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാലയമായ കാബ ക്ഷേത്രം കയ്യേറിയിട്ട് ഇന്ന് ഒരാതാവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു കൊടുത്തിട്ടില്ല. ലോകത്ത് പലയിടങ്ങളിലും മുസ്ലിങ്ങൾ ഈ മാതൃക പിന്തുടരുന്നുണ്ട്. നമ്മുടെ അയോധ്യയിലെ കാര്യമൊക്കെ നമുക്കറിയാം, മധുരയിലും പലയിടങ്ങളിലും ഉണ്ട് ഇങ്ങനെ മറ്റു മതക്കാരുടെ പുണ്യസ്ഥലങ്ങൾ കയ്യേറിയിട്ട്. ഇവർക്ക് എവിടെ വേണമെങ്കിലും മോസ്ക് പണിയാം, ഇവർക്ക് മോസ്ക് പണിയാൻ അവിടെ പോകണം, അവിടെ വേണോ ഇവിടെ വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും പണിയാം. അപ്പൊ ഇത് ഹിന്ദുക്കൾ ഇത് പ്രധാനമായിട്ട് കരുതുന്ന അവരുടെ ഒരു പുണ്യസ്ഥലമാണ്. അപ്പൊ ആ സ്ഥലമേ അവർക്ക് പുണ്യസ്ഥലമായിട്ട് കാണാൻ പറ്റും, അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് പറ്റില്ല. അതുകൊണ്ട് അത് അവർക്ക് ഇരിക്കട്ടെ, നമുക്ക് അപ്പുറത്തായാലും പോയി ഒരു മോസ്ക് പണിയാമല്ലോ, അങ്ങനെ അവർ ചിന്തിക്കില്ല. ആ ചിന്തയില്ല. കാരണം ചൊറിയാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചൊറിയുക എന്നുള്ളതാണ്. അപ്പൊ ആ മാതൃകയാണ് മുസ്ലിങ്ങൾ ഡോം ഓഫ് ദി റോക്കിന്റെ കാര്യത്തിലൊക്കെ പിന്തുടരുന്നത്. പലസ്തീനികളെന്ന് അവകാശപ്പെടുന്നവരുടെ കുട്ടികൾ കിഴക്കൻ ജെറുസലേമിലെ ഡോം ഓഫ് ദി റോക്കിന്റെ പരിസരം ഫുട്ബോൾ കളിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഫുട്ബോൾ കളിക്കാൻ ലോകത്ത് വേറെ എവിടെയെങ്കിലും മുസ്ലിങ്ങളുടെ മോസ്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് ആ മോസ്കിന്റെ ആ ചുമരിനോട് ചേർന്ന് തന്നെയുള്ള പന്തടിച്ചു കഴിഞ്ഞാൽ ചുമരുമ്പ ചെന്ന് കൊള്ളും. ആ രീതിയിൽ മുസ്ലിം കുട്ടികൾ പന്ത് കളിക്കാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. അവരതിനെ വിശുദ്ധ സ്ഥലമായിട്ട്, അവരുടെ മസ്ജിദിനെ ഒരു വിശുദ്ധ സ്ഥലമായിട്ടാണ് കാണുക. പക്ഷെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ അവർ ഫുട്ബോൾ കളിക്കും. ഡോം ഓഫ് ദി റോക്ക് ഇരിക്കുന്ന ആ ടെമ്പിൾ മൗണ്ട് ഉണ്ടല്ലോ, 6-7 ഏക്കർ സ്ഥലം, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. 7 ഏക്കർ സ്ഥലമേ ഉള്ളൂ, അതങ്ങോട്ട് വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ചെയ്യില്ല. ഇത് യഹൂദന്റെ ദൈവാലയം ഇരുന്ന ഇടമാണെന്നും ഇവിടെ അല്ലാതെ വേറെ ഒരിടത്തും യഹൂദന് ആരാധന നടത്താൻ സാധിക്കില്ലെന്നും നന്നായി അറിയാവുന്നതുകൊണ്ടാണ് യഹൂദന്മാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി യഹൂദന്റെ ദൈവാലയം നിന്ന സ്ഥലം ഫുട്ബോൾ കളിക്കാൻ പലസ്തീനികൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് യഹൂദന്മാർ വരുന്നത് ഭയഭക്തിയോടെയാണ്. അവരെ സംബന്ധിച്ച് ദൈവാലയം, ശലോമോൻ പണിത ദൈവാലയം വരുന്ന സ്ഥാനം, അത് കഴിഞ്ഞ് പിന്നീട് 2ാം ആലയം പണിതതും അവിടെ തന്നെ. അപ്പൊ ആ ടെമ്പിൾ മൗണ്ട് അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടേക്ക് അവർ വളരെ ഭയഭക്തിയോടെ വരികയാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി വളരെ ഭക്തിയുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് കുറച്ചെണ്ണം അവിടെ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നു. ആ സ്ഥലം നമ്മൾ വളരെ പരിപാവനമായി കാണുന്ന ആ സ്ഥലം, അവിടേക്ക് നമ്മൾ ഭയഭക്തിയോടെ കയറി ചെല്ലുമ്പോൾ കുറച്ച് അവിടെ ഇരുന്നിട്ട് പിള്ളേർ ഫുട്ബോൾ കളിക്കുകയാണ്, അത് തട്ടിക്കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ചുമരിന്റെ നേരെയൊക്കെ പന്തടിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. എന്തിനാ? വേറൊന്നുമല്ല, യഹൂദന്മാരുടെ ഈ ഭയഭക്തിയെ പരിഹസിക്കാൻ വേണ്ടിയാണ് അവർ പരിപാവനമായി കരുതുന്ന ആ സ്ഥലത്ത് അതിനെ അവരുടെ ആ ഇതുണ്ടല്ലോ മനസ്സിനകത്ത്, അത് പരിപാവനമായിട്ട് അവർ കരുതുമ്പോൾ നീയൊക്കെ പരിപാവനമായി കാണുന്ന ഈ സ്ഥലം ഞങ്ങളുടെ പിള്ളേർക്ക് കളിക്കാനുള്ളതാണ് എന്ന് കാണിക്കാനാ. അതിനുവേണ്ടി മുസ്ലിങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ ആ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നത്. അവിടെ വന്ന് യഹൂദന്മാർ പ്രാർത്ഥിക്കാൻ പോലും പാടില്ലെന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ. യഹൂദന് അവിടെ ഒരു അവകാശം ഇല്ല എന്നും പറഞ്ഞിട്ട്. പക്ഷെ മുസ്ലിം പിള്ളേർക്ക് അവിടെ ഫുട്ബോൾ കളിക്കാം. യഹൂദന്റെ വിശുദ്ധ സ്ഥലത്ത് യഹൂദന് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല, പക്ഷെ മുസ്ലിം കുട്ടികൾക്ക് അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള അവകാശമുണ്ട്. എന്താ അല്ലേ? പറക്കുന്ന കുതിരയുടെ കഥ പറഞ്ഞുകൊണ്ടുള്ള തങ്ങളുടെ അവകാശവാദത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് മുസ്ലിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അവർ ജെറുസലേമിന് നേരെ മുതുക് കാണിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതും ജെറുസലേമിലെ തങ്ങളുടെ പള്ളിമുറ്റം, മസ്ജിദിന്റെ മുറ്റം ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കി മാറ്റുന്നത്. എന്തായാലും ബേബി സഖാവേ, ഇതാണ് നിങ്ങൾ പറഞ്ഞ മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിശുദ്ധ സ്ഥലം. ഏത്?
മുസ്ലിം കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം. അതാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിശുദ്ധ സ്ഥലം. എന്റെ ബേബി സഖാവേ, 10 വോട്ടിന് വേണ്ടി എന്തിനാ ഇങ്ങനെ നാണം കെടുന്നത്? എന്തിനാ നാണം കെടുന്നത്? പിന്നെ ബേബി സഖാവിനെ ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. കാരണം സഖാവ് മാത്രമല്ല, ലോക ജനസംഖ്യയിൽ നല്ലൊരു ഭാഗവും ഈ വിഷയത്തിൽ ബേബി സഖാവിനോടൊപ്പം നാണം കെടാൻ കൂട്ടിനുണ്ട് കേട്ടാ. പറക്കുന്ന ബുറാക്ക് എന്ന മുത്തശ്ശിക്കഥയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ജെറുസലേമിന്റെ മേൽ നടത്തുന്ന അവകാശവാദത്തിന് അന്താരാഷ്ട്ര സമൂഹം വില കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതമുളവാക്കുന്ന കാര്യമാണ്. വെറുമൊരു കെട്ടുകഥയുടെ പേരിൽ ജെറുസലേം നഗരത്തിന്റെ മേൽ അറബികളും മുസ്ലിം ലോകം മുഴുവനും ഉന്നയിക്കുന്ന അവകാശവാദത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അന്താരാഷ്ട്ര സമൂഹം അവഗണിച്ച് തള്ളിക്കളഞ്ഞാൽ മാത്രമേ ജെറുസലേമിന്റെ പേരിൽ ലോകത്തുണ്ടാകുന്ന സമാധാനക്കേടുകൾ അവസാനിക്കുകയുള്ളൂ. ആ സമാധാനക്കേടുകൾ ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ ഇവരുടെ അവകാശവാദത്തിന് ഒരു വിലയും കൊടുക്കാൻ പാടില്ല. ജെറുസലേം യഹൂദന് അവകാശപ്പെട്ടതാണ്. ചരിത്രപരമായും നിയമപരമായും ധാർമ്മികമായും മതപരമായും ജെറുസലേമിന്റെ അവകാശികൾ യഹൂദന്മാരാണ് കേട്ടോ. അല്ല ബേബി സഖാവെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ജെറുസലേമിലെ മുസ്ലിം കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അവകാശത്തിനേക്കാൾ വലുതല്ലേ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം? ഇപ്പോ ഈ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം. യഹൂദന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നത് എന്താണ്? ബേബി സഖാവിന്റെ പോസ്റ്റിൽ കണ്ടത്, മുസ്ലിങ്ങൾക്ക്, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട 3ാമത്തെ സ്ഥലം. അപ്പൊ യഹൂദനെ സംബന്ധിച്ചു, യഹൂദന് അത് 1ാമത്തെ സ്ഥലമല്ല. യഹൂദന്റെ പ്രധാനപ്പെട്ട 1ാമത്തെ സ്ഥലമല്ല, ഏക സ്ഥലമാണ്. 1ാമത്തെ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം 2ാമതൊരു സ്ഥലം ഉണ്ടെന്നാണ്. 2ാമത് 3ാമത് അങ്ങനെ ഉണ്ടെങ്കിലാണ് 1ാമത്തെ എന്ന് പറയാൻ പറ്റുക. യഹൂദന് അങ്ങനെ ഇല്ല, മറ്റൊന്നില്ല, ഏക സ്ഥലമാണ്. ലോകത്ത് അവനുള്ള ഏക സ്ഥലം അതാണ്. അവന്റെ മതപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ, മതപരമായിട്ട് അവന് ഉള്ള ഏക സ്ഥലം. അപ്പൊ ആ ഏക സ്ഥലം നിഷേധിക്കുന്നു. യഹൂദന്മാർക്ക് ആ ഏക സ്ഥലം നിഷേധിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ 3ാമത്തെ സ്ഥലമാണ് അത് വിട്ടുകൊടുക്കണം. 3ാമത്തെ സ്ഥലം എന്തിനാ വിട്ടുകൊടുക്കേണ്ടത്? ഫുട്ബോൾ കളിക്കാൻ, പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കാൻ വിട്ടുകൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കേണ്ട സഖാവേ, ഈ ഫുട്ബോൾ, ഈ പലസ്തീൻ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അവകാശത്തിനേക്കാൾ വലുതല്ലേ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം? അല്ലേ? ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് സഖാവ് എന്താ ഒന്നും പറയാത്തത്? എന്താ സഖാവ് ഒന്നും പറയാത്ത? സഖാവ് മാത്രമല്ല, സ്വരാജ് സഖാവ് ആയാലും രാജേഷ് സഖാവ് ആയാലും യെച്ചൂരി സഖാവ് ആയാലും ഏത് സഖാവ് ആയാലും ശരി, എന്താ ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ കുറിച്ച് ഒന്നും പറയാത്തത്? വടക്ക് പടിഞ്ഞാറൻ ചൈനയിൽ, നമ്മുടെ ചങ്കില ചൈനയിൽ, ചങ്കില ചൈന ഉണ്ടല്ലോ, ആ ചൈനയില് സിങ്ജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ, നമ്മുടെ ചങ്കില ചൈനയുണ്ടല്ലോ, ആ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം 2014 മുതൽ ക്രൂരമായ മതപീഡനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ? അല്ലേ? കേവലം മതപീഡനം മാത്രമല്ല, അതൊരു വംശഹത്യ കൂടിയല്ലേ സഖാവേ? അല്ലേ? ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ജനോസൈഡ് അല്ലേ അവിടെ നടക്കുന്നത്? വംശഹത്യയല്ലേ? 2014 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വംശഹത്യ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയായി ഏതാണ്ട് 1 മില്യണിലധികം, അതായത് 10 ലക്ഷത്തിലധികം ഉയ്ഗൂർ മുസ്ലിങ്ങളെ അല്ലേ സിങ്ജിയാങ് പ്രവിശ്യയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരാളെ കാണാതാവുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അവനിനി ഒരിക്കലും തിരിച്ചു വരില്ല, അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അതാണ് അർത്ഥം. ഈ 10 ലക്ഷം പേര് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, അവരുടെ കാര്യത്തിൽ തീരുമാനമായി. അത് മാത്രമോ, ഇപ്പോഴും 10 ലക്ഷത്തിലധികം ഉയ്ഗൂർ മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ ക്യാമ്പുകളിലല്ലേ സഖാവെ ഇട്ടിരിക്കുന്നത്? ക്യാമ്പുകളിൽ. പിന്നെ ഒരു കാര്യം, നമ്മുടെ പാർട്ടി ഇന്ത്യയിൽ എടുക്കുന്നത് പോലത്തെ അടവ് നയമൊന്നും അവിടെ നമ്മുടെ പാർട്ടിക്ക് ഇല്ലാട്ടോ സഖാവെ. അതില്ല, ആ പരിപാടിയില്ല, അടവ് നയമൊന്നും ഇല്ല. അവരെല്ലാം നേരെ വാ നേരെ പോകുന്നുള്ള മട്ടിലാണ്. അതുകൊണ്ട് ഈ ക്യാമ്പുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന മുസ്ലിങ്ങളോട് സിങ്ജിയാങ്ങിനെ പാർട്ടി ഡെപ്യൂട്ടി സെക്രട്ടറി പറഞ്ഞത്, അന്റെ അള്ളാനെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലടാ, പുള്ളി വെറും ചപ്പ് ചവറാണെന്നാ. അങ്ങനെയാ പറഞ്ഞ പാർട്ടി സെക്രട്ടറി അവിടുത്തെ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ കാര്യത്തിലുള്ള ചൈനീസ് പാർട്ടി നിലപാട് ഞാനും അംഗീകരിക്കുന്നുണ്ട് സഖാവെ. ഞാനും അംഗീകരിക്കുന്ന അള്ളാനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, വെറും ചപ്പുചവറാണ്. ചപ്പുചവർ എന്ന് പറഞ്ഞാലും പോരാ, ചപ്പുചവറിനെ കൊണ്ട് വല്ല പ്രയോജനമെങ്കിലും ഉണ്ടാകും, വളമായിട്ടെങ്കിലും ഉപയോഗിക്കുക. ഇത് അതിനും കൊള്ളുകയല്ല. മനുഷ്യൻ ലോകത്തിൽ മൊത്തം നാശം മാത്രം വരുത്തി വെച്ച ഒരു സാധനമാണത്. അത് അള്ളാന്റെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആ മനുഷ്യരോ, ആ ഉയ്ഗൂർ മുസ്ലിങ്ങള് ക്യാമ്പുകൾക്കകത്തിട്ട് ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലാക്കൊല ചെയ്യുന്ന വാർത്തകൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് സഖാവെ. അവരതിനകത്ത് ജനിച്ചു വീണു, കുട്ടിക്കാലത്തെ ആ മതം അവരിൽ ഇഞ്ചക്ട് ചെയ്തു. അവരതിന്റെ ഇരകളാണ് സഖാവെ, ഇരകളാണ്. അവരതിന്റെ പേരിൽ അവരെ ഇങ്ങനെ പീഡിപ്പിക്കുക, അവരെ വംശഹത്യ നടത്താന്നൊക്കെ പറയുന്നത് മനുഷ്യത്വരഹിതമാണ് സഖാവെ. സിങ്ജിയാങ്ങിൽ നമ്മുടെ ചങ്കില ചൈന പണിതിരിക്കുന്ന ഇന്റേൺമെന്റ് ക്യാമ്പുകളിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ,
അത് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെക്കാളും കഷ്ടമാണെന്നാണ് സഖാവെ ആ ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മുസ്ലിങ്ങൾ പറഞ്ഞത്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാളും കഷ്ടമാണ് ഇതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പുകൾക്കകത്ത്, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കകത്ത് യഹൂദന്മാർ അനുഭവിച്ച കഷ്ടതകളുണ്ടല്ലോ, ആ കഷ്ടതകള് ഭേദമാണ്, ഇതിനേക്കാളും ഭേദമാണെന്ന്. ഇന്ന് ഉയ്ഗൂർ മുസ്ലിങ്ങള് ചൈനീസ് ക്യാമ്പുകളിൽ അനുഭവിക്കുന്ന, സിൻജിയാങ് പ്രവിശ്യയിൽ അവർ പണിതിരിക്കുന്ന ഇന്റേൺമെന്റ് ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾക്കകത്ത് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം അത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. യഹൂദൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനുഭവിച്ച കഷ്ടത്തെക്കാളും വലുതാണ്. ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2020 റിപ്പോർട്ട് പറയുന്നത് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചൈന നിർമ്മിച്ച 380 കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കൂടി തിരിച്ചറിഞ്ഞു എന്നല്ലേ സഖാവേ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? അവയിൽ ചിലത് പുതിയതും സുരക്ഷ വർദ്ധിപ്പിച്ചതുമാണ് സഖാവേ. അകത്തെന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് സഖാവേ. എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നു. അടിമപ്പണിയടക്കം എല്ലാം അവരവിടെ ചെയ്യേണ്ടി വരുന്നുണ്ട് സഖാവേ. യഹൂദന്മാരെ പീഡിപ്പിക്കാൻ ഹിറ്റ്ലർക്ക് ഉപദേശം കൊടുക്കാൻ ജെറുസലേം ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിരുന്നു. മുഫ്തിയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ച ഹിറ്റ്ലറെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ മാതൃകയാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹിറ്റ്ലർ പോലും യഹൂദന്മാരോട് ചെയ്യാത്ത പല ക്രൂരതകളും സഖാവെ നമ്മുടെ ചങ്കിലെ ചൈന അവിടെ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹിറ്റ്ലർ യഹൂദന്മാരെ വന്ധ്യംകരിച്ചില്ല. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ട യഹൂദന്മാരെ ഹിറ്റ്ലർ വന്ധ്യംകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട യഹൂദന്മാര് പിന്നീട് വിവാഹിതരായി ഭാര്യയും മക്കളും ഒത്ത് കുടുംബമായിട്ട് അവർ കഴിഞ്ഞു. അവർക്ക് മക്കളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞത്. പക്ഷെ നമ്മുടെ ചങ്കിലെ ചൈന എന്താണ് ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചെയ്യുന്നതെന്ന് അറിയാമോ സഖാവേ? ഇജൊന്നും മക്കളെ ഉണ്ടാക്കണ്ടടാ എന്നും പറഞ്ഞ് നമ്മുടെ ചങ്കിലെ ചൈന ഉയ്ഗൂർ മുസ്ലിങ്ങളെ നിർബന്ധിത വന്ധ്യംകരണം നടത്തുകയാണ് സഖാവേ. നിർബന്ധിത വന്ധ്യംകരണം. അനക്കിനി മക്കളൊന്നും വേണ്ട, ഈ പരിപാടിക്ക് നിൽക്കണ്ട. എന്നാലും അതൊരു വല്ലാത്ത ചെയ്ത്തായി പോയില്ലേ സഖാവേ? പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ പാവങ്ങള് ക്യാമ്പിൽ കിടന്ന് ഷഹീദായി അള്ളാന്റെ സുബർക്കത്തിൽ ചെല്ലുമ്പോ ഹൂറികളെ കിട്ടിയിട്ട് ഇനി വല്ല കാര്യമുണ്ടോ സഖാവേ? വല്ല കാര്യമുണ്ടോ? ചൈനയിലെ നമ്മുടെ ചങ്കുകള് ആ പാവങ്ങളുടെ മെഷീൻ പ്രവർത്തനരഹിതമാക്കി കളഞ്ഞില്ലേ സഖാവേ? അല്ല, ആ ഹൂറികളുടെ അവസ്ഥ ആലോചിക്കുക. പാവം ഹൂറികൾ, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷഹീദായി ചെല്ലുന്ന ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഹൂറികളെ കൊടുക്കുമല്ലോ. ആ ഹൂറികൾ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ഷഹീദായി അവിടെ എത്തിയ ജിഹാദികൾക്ക് കിട്ടിയ ഹൂറികൾ അവന്മാരോടൊപ്പം ഈ ചെന്ന ആ ജിഹാദികളോടൊപ്പം അവിടെ സന്തോഷിക്കുമ്പോൾ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഹൂറികൾ അതൊക്കെ കണ്ട് വെറുതെ വിഷമിച്ചിങ്ങനെ ഇരിക്കേണ്ടി വരും. ഹൂറികളുടെ അവസ്ഥ ആലോചിച്ചോ. കേട്ടോ സഖാവേ, ഞങ്ങള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദാവാക്കാരുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മുഹമ്മദും സ്വഹാബിമാരും അമുസ്ലിം പുരുഷന്മാരെ കൊന്ന് അവരുടെ സ്ത്രീകളെ പിടിച്ചെടുത്ത് മുസ്ലിം പടയാളികൾക്കിടയിൽ വീതിച്ചു കൊടുത്ത ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ കാണുന്നുണ്ടല്ലോ. മുഹമ്മദും കൂട്ടരൊക്കെ ചെയ്ത ഈ കാര്യം, ഈ വളരെ ക്രൂരവും പൈശാചികവും മനുഷ്യത്വരഹിതവുമായ ഈ പ്രവൃത്തിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? അതോ നിങ്ങൾ അതിനെ തള്ളിപ്പറയുന്നുണ്ടോ? തള്ളിപ്പറയുകയാണോ ചെയ്യുന്നത്? ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തുടർമാനമായി ആവർത്തിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. സാക്ഷിയുടെയൊക്കെ പല പ്രോഗ്രാമുകളിലും ഞങ്ങൾ സ്റ്റേജുകളിൽ നിന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. MM അക്ബർ അടക്കമുള്ള ദാവാക്കാരും ജിഹാദികളും അതിന് നൽകിയ മറുപടി, ആ സ്ത്രീകൾ അടിമകളായി പോയി എന്ന് വെച്ച് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റണ്ടേ എന്നാണ്. അവരുടെ ശാരീരിക ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റണ്ടേ, അതിനുവേണ്ടിയാണ് അള്ളാഹു അവരെ മുസ്ലിം പടയാളികൾക്കിടയിൽ വീതിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നായിരുന്നു. അങ്ങനെയാ പറഞ്ഞത്. അക്ബറൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന്റെയൊക്കെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ഇതുപോലെ പല കമന്റുകൾ. ഉസ്താദ് പറഞ്ഞാൽ മതിയല്ലോ, അക്ബർ പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് മറുപടി ക്യാപ്സൂളുകളായിട്ട് അക്ബർ കൊടുക്കും. അത് കോപ്പി ചെയ്തിട്ടുള്ളതാണ് ഉമ്മാരുടെ പരിപാടി. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലൊക്കെ അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാം പറഞ്ഞിരുന്ന ന്യായം ഇതാണ്. ഈ സ്ത്രീകൾ അടിമകളായി പോയി എന്ന് വെച്ചിട്ട് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റണ്ടേ അവർക്ക്? അതിനു വേണ്ടിയിട്ടാണോ അള്ളാഹു അത് പറഞ്ഞത്? അള്ളാഹു അവരുടെ കരുണ കാണിച്ചതാണെന്നോ? ഞാനിപ്പോ ഇതോടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ചങ്കിലെ ചൈന ഉണ്ടല്ലോ സഖാവ്, ചങ്കിലെ ചൈനയിലെ സഖാക്കന്മാര്, അവര് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് ദുഷ്ടന്മാരായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ ആണുങ്ങളെയൊക്കെ പിടിച്ച് നിർബന്ധിത വന്ധ്യംകരണം നടത്തിയാൽ ഉയ്ഗൂർ സ്ത്രീകൾ എന്ത് ചെയ്യും? ഇവർ ഈ പറയുന്ന പോലെ, അക്ബറും കൂട്ടരും പറയുന്ന പോലെ സ്ത്രീകൾക്ക് അവരുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റണ്ടേ? അതൊക്കെ നിറവേറ്റണ്ടേ? അതെങ്ങനെ നിറവേറ്റും അവര്? അതൊക്കെ നമ്മുടെ ചൈനയിലെ സഖാക്കന്മാരെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉയ്ഗൂർ മുസ്ലിം സ്ത്രീകളെ ചൈനീസ് സഖാക്കന്മാര് കാണുന്നിടത്തെല്ലാം വെച്ച് റേപ്പ് ചെയ്യുകയാണ്.
വെറും റേപ്പല്ല കേട്ടോ, സിസ്റ്റമാറ്റിക് റേപ്പാണ് സഖാവേ, സിസ്റ്റമാറ്റിക് റേപ്പ്. ഓരോ ദിവസവും ഇത്ര സ്ത്രീകളെ വീതം റേപ്പ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ട് കൃത്യമായി ഓരോ ദിവസവും ആ എണ്ണം അവർ തികയ്ക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വലിയ പരാതി ഉണ്ടാകാൻ സാധ്യതയില്ല. പണ്ട് മുഹമ്മദും സുഹായിമാരും ചെയ്ത ഇതേ കാര്യത്തിൽ യാതൊരു അന്യായവും കാണാത്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നമ്മുടെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ചങ്കുകൾ വളരെ ഹൃദയവിശാലതയോടെ ഉയ്ഗൂർ സ്ത്രീകളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് കാണുമ്പോൾ അതിൽ വിഷമമൊന്നും തോന്നാൻ സാധ്യതയില്ല. പക്ഷെ സഖാവേ, മനസാക്ഷിയുള്ള മനുഷ്യരെന്ന നിലയിൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? സ്ത്രീത്വത്തെ അല്പമെങ്കിലും ബഹുമാനിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കിലെ ചൈനയെക്കുറിച്ച് ഓക്കാനമല്ലേ വരുള്ളൂ സഖാവേ, അല്ലേ? ചൈനീസ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ 24 മണിക്കൂറും ഗാർഡുകളുടെയും ക്യാമറകളുടെയും നിരീക്ഷണത്തിലാണ്. ക്യാമ്പുകൾക്കകത്ത് ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ കഠിനതരമാണ്. പട്ടിണി കാരണവും അടിപിടി കാരണവും ആത്മഹത്യ കാരണവും ക്യാമ്പിൽ ധാരാളം മുസ്ലിങ്ങളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് സഖാവേ. ചൈനയുടെ ഇന്റേൺമെന്റ് ക്യാമ്പിനകത്ത് ഉയ്ഗൂർ മുസ്ലിങ്ങൾ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിങ്ജിയാങ്ങിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളെ 500 ആളുകളുടെ സമചതുരങ്ങളായി വിഭജിച്ചിട്ട് ഓരോന്നിനും സൂക്ഷ്മ നിരീക്ഷണത്തിനായി ഒരു പോലീസ് സ്റ്റേഷൻ വീതമുണ്ട്. അവിടെ വിരലടയാളമെടുക്കൽ, തിരിച്ചറിയൽ കാർഡ് സ്കാൻ ചെയ്യൽ എന്നിവയ്ക്കൊപ്പം ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യലും പതിവായ കാര്യമാണ്. അതുകൂടാതെ അവിടുത്തെ മസ്ജിദുകൾ നശിപ്പിക്കപ്പെടുന്നു. പുരുഷന്മാർ തങ്ങളുടെ താടി വടിക്കാൻ നിർബന്ധിതരാകുന്നു. സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. മാത്രമല്ല, എല്ലാവരും ഇസ്ലാം ഉപേക്ഷിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറ് പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കാനും നിർബന്ധിതരാകുന്നു. അള്ളാഹുവും മുഹമ്മദൊന്നും അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വലുതെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറ് പുലർത്താൻ, അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറ് പുലർത്തുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇതിലവർക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. തക്കിയ ഉണ്ട്, തക്കിയ കാണിക്കാം. അള്ളാഹുവിലും മുഹമ്മദിലുമുള്ള വിശ്വാസം മനസ്സിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ പുറമേക്ക് അള്ളാഹുവിനെയും മുഹമ്മദിനെയും തള്ളിപ്പറയാനുള്ള അനുവാദം മുഹമ്മദ് തന്നെ കൊടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ജീവന് ഭീഷണിയാണെന്ന് കണ്ടാൽ നിങ്ങൾ എന്നെയും മുഹമ്മദിനെ അള്ളാഹുവിനെയൊക്കെ തള്ളിപ്പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് എന്നിലും ഖുറാനിലും അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, അത് പോകരുത്. പക്ഷെ നിങ്ങൾ പുറമേക്ക് തള്ളിപ്പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല. അവർ ഇതിനിടയിൽ ഡെയിലി ഒരു വേണമെങ്കിൽ അള്ളാഹിനെയും മുഹമ്മദിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറ് പുലർത്തുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ടാവും. അതൊന്നും വലിയ വിഷയമായിരിക്കില്ല. ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കുട്ടികളെ ചൈനയിലെ ഹാൻ വംശക്കാർക്ക് ദത്തെടുക്കുന്നതിനായി അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ്. ഓരോ മുസ്ലിം വീടുകളിൽ കയറി ചെന്നിട്ട് അവിടുത്തെ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിടിച്ചുകൊണ്ട് പോയിട്ട് ഹാൻ വംശക്കാർക്ക് ദത്തെടുക്കാൻ വേണ്ടി അനാഥാലയങ്ങളിൽ പാർപ്പിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഇവർ മുസ്ലിങ്ങളായിട്ടല്ല വളരുക, ഹാൻ ചൈനീസ് സംസ്കാരത്തിൽ ഇവരെ ലയിപ്പിക്കുക, ഈ കുഞ്ഞുങ്ങളെ കയ്യിൽ ലയിപ്പിക്കുക. ഇതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദ്ധതി. അതുമാത്രമല്ല, ഇത് കൂടുതൽ ജനസംഖ്യ ഉണ്ടാകരുതല്ലോ, ഇനി കൂടുതൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉയ്ഗൂർ സ്ത്രീകളെയും വന്ധ്യംകരിക്കുന്ന പരിപാടിയുണ്ട്. പുരുഷന്മാരെ വന്ധ്യംകരിക്കുന്നുണ്ട്, അതുകൂടാതെ സ്ത്രീകളെയും ഇവർ വന്ധ്യംകരിക്കുന്നുണ്ട്. പിന്നെ കുറ്റം പറയരുതല്ലോ സഖാവേ. ഒരു കാര്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതിനോട് എനിക്ക് പരിപൂർണ യോജിപ്പാണ്, 100% യോജിപ്പാണ്. എന്താ ചെയ്തതെന്ന് അറിയാമോ? ഒരു ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ മോസ്കുകള് പബ്ലിക് ടോയ്ലറ്റുകളാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. മോസ്കുകൾ ഉണ്ടല്ലോ, മുസ്ലിങ്ങളുടെ മസ്ജിദുകൾ, അത് അവരിപ്പോ പബ്ലിക് ടോയ്ലറ്റുകളാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ 1400 വർഷത്തെ ചരിത്രത്തിൽ ഈ മോസ്കുകളെ കൊണ്ട് മനുഷ്യർക്ക് ഗുണമുണ്ടായിട്ടുള്ള ഏക കാര്യം ഇതാണെന്നാണ് എന്റെ അഭിപ്രായം. പബ്ലിക് ടോയ്ലറ്റ് എങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്, മോസ്കുകളെ കൊണ്ട് മനുഷ്യർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. ഏതായാലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് പോലെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അടിവേര് വരെ മാന്തിയെടുക്കുകയാണ് സഖാവേ നമ്മുടെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. നമ്മുടെ ചൈന ഉണ്ടല്ലോ, ചങ്കില ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടല്ലോ, അവിടുത്തെ സഖാക്കന്മാര്, അവര് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അടിവേര് വരെ മാന്തുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇസ്രായേലോ യഹൂദന്മാരോ പലസ്തീനികളോട് ചെയ്യുന്നില്ല സഖാവേ, അതുകൂടി ഓർക്കണം. ഇസ്രായേലാകട്ടെ യഹൂദന്മാരാകട്ടെ, നമ്മളിപ്പോ ഈ കേട്ട സിങ്ജിയാങ്ങിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചൈനീസ് സർക്കാർ ചെയ്യുന്നത് പോലത്തെ ഒരു കാര്യവും ഇസ്രായേലോ യഹൂദന്മാരോ ചെയ്യുന്നില്ല. എന്നിട്ടും സഖാവിന് പലസ്തീൻ മുസ്ലിങ്ങളോട് ഇത്രയ്ക്ക് സഹതാപവും അനുഭാവവും ഉണ്ടെങ്കിൽ, സഖാവിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാവർക്കും, അത് യെച്ചൂരി ആയാലും സ്വരാജ് ആയാലും ആരായാലും, ഇവർക്കൊക്കെ പലസ്തീൻ മുസ്ലിങ്ങളോട് ഇത്രയ്ക്ക് സഹതാപവും അനുഭാവവും ഉണ്ടെങ്കിൽ തീർച്ചയായും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ
കൊടും പീഡനം അനുഭവിക്കുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളോട് എത്ര അധികം സഹതാപമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലേ? ഉണ്ടാവില്ലേ? അതുകൊണ്ട് പലസ്തീൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സഖാവും സഖാവിന്റെ പാർട്ടിയും ശബ്ദം ഉയർത്തുന്നത് പോലെ തന്നെ ഇനി മുതൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ശബ്ദം ഉയർത്തും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സഖാവേ? അല്ലേ? യെച്ചൂരി സഖാവും ബേബി സഖാവും സ്വരാജ് സഖാവും ഒക്കെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ ഘോരഘോര ശബ്ദം ഉയർത്തുമെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുമെന്നും പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ സഖാവേ? അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇരട്ടത്താപ്പുകാരെന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ സഖാവേ. എന്തിനാ നമ്മൾ അങ്ങനെയുള്ള വിളികളൊക്കെ ആൾക്കാരിൽ നിന്ന് കേൾക്കാൻ നിൽക്കണം? അപ്പോൾ സഖാവ് ഇനി പോലെ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം മനുഷ്യരായി കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾക്കൊരു സ്ഥിരത വേണ്ടേ? അപ്പോൾ ഇസ്രായേലിന്റെ കീഴിൽ പീഡനം അനുഭവിക്കുന്ന പലസ്തീൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശബ്ദം ഉയർത്തുകയും, എന്നാൽ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കാര്യം, ഉയ്ഗൂർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പോലത്തെ പീഡനം, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് അനുഭവിക്കുന്ന പോലത്തെ പീഡനം ലോകത്ത് ഒരിടത്തുള്ള ഒരു മുസ്ലിമും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം, ഒരിടത്തും. എന്നിട്ടും അവർക്ക് വേണ്ടി ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് അത് ശരിയാണ്. അപ്പൊ നമ്മളെ അഭിപ്രായത്തില് സ്ഥിരത വേണം. മുസ്ലിങ്ങളോട് നമുക്ക് അനുഭാവവും സഹതാപവും ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തുള്ള മുസ്ലിങ്ങളോടും വേണം, മനസ്സിലായോ? അല്ലാണ്ട് ഇസ്രായേലിനെ പോയി ചൊറിയാൻ നിൽക്കുന്ന, ഇസ്രായേലിനോട് ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഇസ്ലാമിക സംഘങ്ങളുണ്ടല്ലോ, ഭീകര സംഘം എന്ന് ഞാൻ പറയുന്നില്ല, ഇസ്ലാമിക സംഘം എന്ന് പറയുന്നത് തന്നെ അത് ഭീകര സംഘമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമിക ഭീകരത എന്നൊന്നും പറയുന്നില്ല, ഇസ്ലാമികത എന്നേ പറയുന്നുള്ളൂ. ആ ഇസ്ലാമിക സംഘങ്ങളോട് മാത്രം സഹതാപവും മറ്റവരോട് എന്താ അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന കൂട്ടരോട് അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് അതെന്താ സഖാവേ? ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സഖാവേ, അത് വേണം, ഉളുപ്പ് വേണം മനുഷ്യനായ, കേട്ടാ. എന്തായാലും ജെറുസലേം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അതിന്മേൽ ചരിത്രപരമായും നിയമപരമായും ധാർമ്മികപരമായും മതപരമായും ന്യായയുക്തമായും അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കല്ല യഹൂദന്മാർക്കാണ് എന്നുള്ളതും ബേബി സഖാവിനും പാർട്ടി അണികൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറെ അന്തംഗമ്മികളുണ്ടല്ലോ, അവർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിവരക്കേടുകൾ പബ്ലിക് സ്പേസിൽ വന്ന് സഖാക്കന്മാർ വിളിച്ചു പറയാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം വോട്ടാണല്ലോ മുഖ്യം, അതാണല്ലോ മുഖ്യം, വോട്ടാണ് മുഖ്യം. നാണം കെട്ടും വോട്ട് നേടി അധികാരത്തിലെത്തിയാൽ നാണക്കേട് ആ വോട്ട് മാറ്റി കളഞ്ഞോളും എന്നതാണല്ലോ പുതുമൊഴി. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും പറയുകയാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.